सिद्धिं करोति च नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् योऽन्तःप्रविश्य मम वाचं मां प्रसूप्तसञ्जीवयत्यखिलशक्तिधरः सदात्म अन्यां सहस्रचरणः श्रवणत्वगादीन् प्राणान् नमो भगवते पुरुषाय तुभ्यं श्रीहरये नमः श्रीहरये नमः श्रीहरये नमः। गोपिका जीवनस्मरणं गोविन्द गोविन्द। सद्गुरुनाथ महाराज की परमपुण्य पतितपावन परमपुण्य दिव्य मधुर 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 भगवन्नाम की जय। भारत माता की जय। समस्त साधु मंडली की, समस्त भक्त मंडली की, समस्त भागवतों की जय। राधे कृष्ण राधे कृष्ण राधे कृष्ण। ശ്രീയപ്പതിയായ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടും ഈ ഉള്ളവൻ്റെ ഗുരു ഈ യജ്ഞത്തിൻ്റെ ആചാര്യനുമായ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖർ ശർമാജി അദ്ദേഹം യജ്ഞാചാര്യർ നടത്തുന്ന ഈ സപ്താഹത്തിൽ നാമമാഹാത്മ്യം പറയാൻ ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരു ഭാഗ്യം കിട്ടിയിരിക്കുകയാണ്. കുറച്ചു നേരം നാമത്തിൻ്റെ മാഹാത്മ്യം ശ്രവിക്കാം. കലിയുഗത്തില് കൃതേയധ്യായതേ വിഷ്ണും ത്രയഥായാം യജതേ മഖ ദ്വാപരേ പരിചര്യായാം കലോതത് ഹരികീർത്തന. ഓരോ യുഗത്തിൽ ഓരോ ധർമ്മത്തെ പറഞ്ഞു. അതാത് യുഗത്തിൽ അതാത് ധർമ്മത്തെ അനുഷ്ഠിച്ചാൽ ഭഗവാന്റെ പരിപൂർണമായ അനുഗ്രഹം വേഗം കിട്ടും. ഉദാഹരണം പറഞ്ഞാൽ ഓരോ ദേശത്ത് പോകുമ്പോഴും അതിൻ്റേതായിട്ടുള്ള വസ്ത്രം ധരിച്ചിട്ട് പോയാൽ അവിടെ എൻട്രി എളുപ്പമാണ് അല്ലേ. ക്ഷേത്രത്തിൽ പോകുമ്പോൾ സോട്ടും കൂട്ടിട്ട് ഒക്കെ ഇട്ടിട്ട് പോയാൽ എങ്ങനെ ഇരിക്കും അല്ലേ. ഓഫീസിൽ പോകുമ്പം വസ്ത്രം മാത്രം എടുത്തുകൊണ്ട് പോയാൽ വേഷ്ടി അല്ലെങ്കിൽ മുണ്ട് മാത്രം എടുത്തു പോയാൽ അങ്ങനെയല്ല. ഓരോ ഇടത്തും ഓരോന്ന് വിധിച്ചിട്ടുണ്ട്. അതാത് രീതിയിൽ പോയി കഴിഞ്ഞാൽ ആരും ചോദ്യം ചെയ്യാതെ എളുപ്പം ആ കാര്യം സാധിക്കാം. അതുപോലെ പരമപുണ്യമായ പവിത്രമായ മനുഷ്യജന്മം നമുക്ക് കിട്ടി. ഇതിൻ്റെ മഹത്വം നമുക്കറിയില്ല. അറിയുമെന്ന് ചോദിച്ചാൽ അറിയില്ല. അറിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇരിക്കില്ല ഇല്ല. എപ്പോഴും ഭഗവത് സ്മരണയോടെ ഇരുന്ന് ഈ ജന്മം സാർത്ഥകമാക്കാൻ നോക്കും. ഇത് ആർക്കാ മനസ്സിലായി ചോദിച്ചാൽ മിണ്ടാപ്രാണികളുണ്ടല്ലോ, അവർക്ക് മനസ്സിലായിട്ടുണ്ട് മനുഷ്യജന്മത്തിൻ്റെ മഹത്വം. അവർക്ക് മിണ്ടാൻ സാധിച്ചിരുന്നെങ്കിൽ അവർ പറഞ്ഞേന് നിങ്ങളൊക്കെ എത്ര ഭാഗ്യവാന്മാരാണെന്ന്. നമുക്ക് കിട്ടിയത് കൊണ്ട് നമുക്ക് വേണ്ട പോലെ മനസ്സിലായില്ല. മനസ്സിലാവാത്തതിന് കാരണം എന്താ വെച്ചാൽ മായയാണ്. ഈ മായ പിടിച്ചതിന് കാരണം എന്താ ചോദിച്ചാൽ ജന്മാന്തരത്തിൽ ചെയ്ത വാസനാ ബലമാണ്. ഇങ്ങനെ ചിന്തിച്ചു പോയാൽ ഇതിനെല്ലാം മോചനം വേണ്ടേ. ഒരൊറ്റ ദിവസം ഇരുന്ന് മോചിപ്പിക്കാൻ വേണ്ടി ഒരു സങ്കല്പം ചെയ്തൊരു ഹോമം കഴിച്ചാൽ തീരുന്നതാണോ ചോദിച്ചാൽ അങ്ങനെയല്ല. പിന്നെയോ ഭഗവാന്റെ പാദത്തിൽ മനസ്സ് വെച്ച് സാധുക്കളുടെ സംഘത്തിലിരുന്ന് ആ ഭഗവത് വിഷയം ശ്രവണം ചെയ്ത് അങ്ങനെ മനസ്സിനെ ഭഗവത്മയമാക്കി മാറ്റണം. ഇപ്പം അഴുക്ക് പിടിച്ചിരിക്കുന്ന ഒരു പാത്രമാണ് നമ്മുടെ കയ്യിൽ. ഈ പാത്രത്തിൽ ഭഗവാൻ വന്നിരിക്കുമോ ചോദിച്ചാൽ ഇല്ല. അഴുക്കുള്ളിടത്ത് ഭഗവാൻ, കാരണം ഭഗവാൻ ശുദ്ധമായ വസ്തുവാണ്. അപ്പോൾ ഭഗവാൻ എവിടെയായിരിക്കുക വെച്ചാൽ ശുദ്ധമായിടത്തേ ഇരിക്കുകയുള്ളൂ. നമ്മളെ കൊണ്ട് സാധിക്കും ശുദ്ധമാക്കാൻ. പക്ഷെ നമ്മൾ ഓരോ ദിവസം ചെല്ലുന്തോറും അഴുക്ക് കൂട്ടുകയാണ്. ഈ അഴുക്ക് കൂട്ടുന്നത് കുറയ്ക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ യുഗധർമ്മത്തെ അനുഷ്ഠിക്കണം. ഇപ്പം പോയി നമുക്ക് ധ്യാനം ചെയ്യാൻ പറ്റുമോ ചോദിച്ചാൽ ധ്യാനം ചെയ്യാൻ പറ്റില്ല. കണ്ണടച്ചാൽ മറ്റു പലതാണ് വരുന്നത്. കാരണം എന്താ, ഇന്നലെ വരെ നമ്മൾ അല്ലെങ്കിൽ ഇന്ന് കുറച്ച് മുമ്പ് വരെ നമ്മൾ എന്താണോ കൂടുതലായിട്ട് ആസക്തിയോടെ അല്ലെങ്കിൽ കൂടുതലായിട്ട് ആശ്രയിച്ചു വന്നത് ആ വിഷയങ്ങളാവും ധ്യാനത്തിൽ വരിക. അപ്പം ധ്യാനം കൊണ്ടും പറ്റില്ല. യാഗാദികൾ ചെയ്യാൻ പറ്റുമോ ചോദിച്ചു കഴിഞ്ഞാൽ തപസ്സില്ല. യാഗം ചെയ്യണമെങ്കിൽ സോമയാഗമൊക്കെ ചെയ്യണമെങ്കിൽ എളുപ്പമാണ്. 5 ദിവസമൊക്കെ നമ്മൾ ആഹാരമില്ലാതെ പാല് മാത്രം കുടിച്ചൊക്കെ ഇരിക്കണം. അപ്പം അതും നടക്കില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ കലിയുഗത്തിൽ ഭഗവാൻ അനുഗ്രഹം ചെയ്തിരിക്കുന്നു ഒരു വിഷയത്തിന് നമുക്ക്. അതെന്താണ് ചോദിച്ചാൽ കലോതത് ഹരി കീർത്തനാത്, ഹരിയുടെ നാമത്തെ ചൊല്ലുക. ഇനി അതിന് സമയം ഉണ്ടോ കാലമുണ്ടോ? കുളിച്ച് ഭസ്മമൊക്കെ തൊട്ടിട്ടേ ജപിക്കാവുള്ളൂ. പല സംശയങ്ങളാണ് ആദ്യകാലത്ത്. ഒരു സാധകൻ്റെ യാത്ര അതികഠിനമാണ് ആദ്യകാലം. സംശയത്തോട് സംശയമാണ്. ഒരു സാധകനാവുകൊണ്ട് എന്താ പ്രാർത്ഥിക്കേണ്ടത്? നമ്മളെല്ലാം സാധകന്മാരാണ്, തുടക്കക്കാരാണ്. അപ്പോൾ നമ്മൾ എന്താ പ്രാർത്ഥിക്കേണ്ടത് ചോദിച്ചാൽ സാധുക്കളുടെ സംഘം തരണേ, നല്ല ഗുരുവിനെ തരണേ. ഏതൊരാളുടെ ജന്മമാണ് എളുപ്പം സഫലമാകുക ചോദിച്ചാൽ
സംശയമേ ഇല്ല, നല്ല ഗുരുവിനെ കിട്ടിയ ആളുടെ ജീവിതം അല്ലെ ആ ജന്മം സഫലമാകും. കാരണം എന്താ, ഗുരു എന്ന് വെച്ചാൽ എന്താ, നല്ല വഴിക്ക് നയിക്കുന്ന ആൾ. നല്ല ഗുരു എന്ത് ചെയ്യും, ആ ശിഷ്യനെ വിളിച്ചിട്ട് ആദ്യമേ തന്നെ ആ മഹത്തായിരിക്കുന്ന കാര്യത്തെ ഉപദേശിക്കുന്ന നാമം ജപിച്ചോളൂ. അല്ലാതെ അയാളോട് പോയിട്ട് കുറച്ച് പ്രാണായാമൊക്കെ ചെയ്തിട്ട് വരൂ, യോഗ ഒക്കെ അഭ്യസിക്കും ഒന്നും പറയില്ല അദ്ദേഹം. കാരണം എന്താ, അദ്ദേഹത്തിന്റെ കരുണ കൊണ്ട് ആ ജീവനെ അനുഗ്രഹിക്കും. എങ്ങനെ അനുഗ്രഹിക്കും? സുലഭമായ വഴി. അയാൾക്ക് ശ്രമമില്ല. ഈ സാധനകൾ അനുഷ്ഠിക്കുമ്പോൾ ശ്രമത്തോടെ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫലത്തിലും കുറവ് വരും. ഇങ്ങനെയൊക്കെ മഹിമയായ മഹത്വം നിറഞ്ഞതായ ഈ കലിയുഗത്തിൽ ഈശ്വരനെ എളുപ്പമെന്ന് അനുഗ്രഹം കിട്ടാൻ, ഈശ്വര കൃപ എളുപ്പമെന്ന് നമ്മളിലേക്ക് വർഷിക്കാൻ എന്താ ചെയ്യേണ്ടത് ചോദിച്ചാൽ നാമജപമാണ്. ആ നാമത്തിൻ്റെ മാഹാത്മ്യം പറയുന്നതായ ശ്രീമദ് ഭാഗവതത്തിൽ 6-ാം സ്കന്ധത്തിൽ, 6ഠ സ്കന്ധത്തിൽ ആദ്യം തുടങ്ങുന്നത് തന്നെ നാമമാഹാത്മ്യം ചൊല്ലിയാണ്. ഗുരുനാഥൻ ഒരിക്കൽ പറഞ്ഞു, ഈ ശ്രീമദ് ഭാഗവതം 12 സ്കന്ധമാണ്. ഒരു മനുഷ്യായുസ് ഏകദേശം 120 വയസ്സാണ്. അപ്പം നമുക്കതിനെ ഒന്ന് ചെറിയൊരു കണക്കാക്കാം. ഇപ്പം 12 സ്കന്ധം 120 വയസ്സായിട്ട് വെച്ചോളൂ. ഇതിൻ്റെ പാതി എന്ന് പറയുന്നത് എത്രയാണ്? 60 അല്ലെങ്കിൽ 6 അല്ലേ? ഇതിൻ്റെ അർത്ഥം എന്താ ചോദിച്ചാൽ, ഒരു തമാശയായിട്ടാണെങ്കിലും നമ്മളത് എടുക്കാം. കാരണം ഏകദേശം ഒരു മധ്യവയസ്സിലേക്ക് കടക്കുന്ന സമയത്ത്, ഒരു 60 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, നാമത്തിനെ ആശ്രയിക്കുക, നിരന്തരമായ നാമസ്മരണയോട് ഇരിക്കുക. അത് ആ ഒരു അർത്ഥമായിട്ട് നമുക്ക് ഈ 6-ാം സ്കന്ധത്തിലെ തുടക്കമേ നാമമാഹാത്മ്യം പറഞ്ഞിരിക്കുന്നതിനെ കണ്ടാൽ നമുക്കതൊരു കുറച്ചുകൂടി ഒരു ഉത്സാഹമാകും അല്ലേ? ഇപ്പം നമ്മൾ ഏകദേശം നമ്മുടെ പ്രധാന കർത്തവ്യങ്ങളൊക്കെ കഴിഞ്ഞു, ജീവിതകാലത്തിൽ വളരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് സമ്പാദിച്ച് കുടുംബമൊക്കെ പോറ്റി അവരൊക്കെ ഏകദേശം സെറ്റിലായി നോക്കും. ഇതെല്ലാവരും ഈ രീതിയിൽ തന്നെ ജപിക്കണം, ഈ രീതിയിൽ തന്നെ ഭഗവത് നാമം ആശ്രയിക്കണം. പക്ഷേ ഒരു 60 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അവരെന്താ ചോദിച്ചാൽ, നിരന്തര നാമസ്മരണയോടെ ഇരുന്നാൽ അവരുടെ ജന്മം സഫലമാകും എന്നുകൂടി ഈ ഒരു അവസരത്തിൽ നമുക്ക് സ്മരിക്കാം. അപ്പം ഇവിടെ പരീക്ഷിത് രാജാവ് ബ്രഹ്മർഷിയായിരിക്കുന്ന ശ്രീശുക ബ്രഹ്മർഷി വന്ന് ആശ്രയിച്ചു. നല്ല ഗുരുവിനെ കിട്ടി. അതുകൊണ്ട് പരീക്ഷത്തിന് ഇനി ശങ്കയില്ല, ഞാൻ എൻ്റെ ഇനിയുള്ള 7 ദിവസം എങ്ങനെയാവും എന്നുള്ളതിൽ ശങ്കയില്ല. കാരണം എന്താ, നല്ലൊരു മഹാത്മാവിനെ കിട്ടി. കുലം ചെയ്ത പുണ്യം, ആ പരമ്പര ചെയ്ത പുണ്യം, അദ്ദേഹത്തിൻ്റെ പൂർവജന്മ സുഹൃതം. അങ്ങനെ ഒരു ഗുരുവിനെ കിട്ടി, ആശ്രയിച്ചു, ഗുരുവിനോട് ചോദിച്ചു വരുന്നു. ആ സമയത്ത് ഈ പാപികൾക്ക് എന്താ ഒരു ഗതി അല്ലേ? അറിഞ്ഞോ അറിയാതെ നമ്മളെല്ലാം പാപം ചെയ്യുകയാണ്. കാരണം എന്താ, പാപം ചെയ്യാനുള്ള കാരണം എന്താ ചോദിച്ചാൽ കർമ്മമാണ്. കർമ്മം ചെയ്യാതിരിക്കാൻ പറ്റൂ? ഇല്ല. രാവിലെ എണീറ്റ് രാത്രി വരെ വെറുതെ വീട്ടിൽ മിണ്ടാതെ ഇങ്ങനെ ഇരിക്കാൻ പറ്റൂ? അവിടെ ഒരു കർമ്മം ഉണ്ടല്ലേ? അവിടെ ഒരു കർമ്മമാണ്. കാരണം എന്താ, മനസ്സുകൊണ്ട് നമ്മൾ പലതും ചിന്തിച്ചു കൂട്ടുകയാണ്. മനസ്സിനെ അടക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഈ കർമ്മങ്ങൾ ചെയ്ത് പാപത്തെ സമ്പാദിക്കുന്ന ഒരു ജീവൻ രക്ഷപ്പെടണ്ടേ? അവനും സദ്ഗതി കിട്ടണ്ടേ? അവനെ എങ്ങനെയാ സദ്ഗതി കിട്ടുക എന്ന് ചിന്തിക്കുന്ന സമയത്ത് പരീക്ഷിത് മഹാരാജന് ബ്രഹ്മർഷിയായിരിക്കുന്ന ശ്രീശുക ബ്രഹ്മർഷി പറഞ്ഞു കൊടുക്കുകയാണ്, ഒരു കഥ പറഞ്ഞ് ആരംഭിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് പരീക്ഷത്തിന് പറയുന്നുണ്ട്, എല്ലാ പ്രായശ്ചിത്തങ്ങളും വേണ്ട പോലെ പ്രായശ്ചിത്തം ആവാറില്ല. കാരണം എന്താ, പ്രായശ്ചിത്തത്തിൽ പോലും തെറ്റ് വരുന്നുണ്ട്. ഇപ്പോൾ ഒരു ഹോമം ചെയ്യുന്നു, ആ ഹോമത്തിന് പ്രായശ്ചിത്തമുണ്ട്. അനാജ്ഞാതിത്രയം എന്ന് പറയുന്ന ഹോമമന്ത്രങ്ങളെ കൊണ്ട് ആ പ്രായശ്ചിത്ത കർമ്മം ചെയ്യണം. ഈ പ്രായശ്ചിത്ത മന്ത്രം തെറ്റിച്ചു ചൊല്ലിയാലും ഇല്ലേ? അപ്പൊ പ്രായശ്ചിത്തത്തിൽ പോലും തെറ്റുകൾ വരാം. ഒരാളുടെ പ്രായശ്ചിത്ത കർമ്മം കൊണ്ട് അയാൾ പൂർണ്ണനായിട്ടും പാപവിമുക്തനാകുന്നില്ല. പിന്നെ എങ്ങനെയാണ് പ്രായശ്ചിത്തം കൊണ്ട് പൂർണ്ണനാകാത്തത്? ഹരിഭക്തി ഇല്ലാതെ ചെയ്യുന്ന പ്രായശ്ചിത്തം ഉണ്ടല്ലോ, ഇത് ചെയ്താൽ ഞാൻ മുക്തനാകുമല്ലോ, ഭഗവാനെ എന്തിനാ ആശ്രയിക്കുന്നത്, ഞാൻ പാപം ചെയ്തിട്ടുണ്ട്, ഞാൻ ഈ പ്രായശ്ചിത്തം ചെയ്താൽ മതിയല്ലോ എന്നുള്ള ഒരു ഭാവത്തില് ഭഗവാനിൽ ഭക്തിയില്ലാതെ ഏതൊരാളാണോ ഈ പ്രായശ്ചിത്തങ്ങൾ ചെയ്യുന്ന അയാളും ഹരിഭക്തി ഇല്ലാത്ത പ്രായശ്ചിത്തങ്ങളും പൂർണ്ണമാകുന്നില്ല. സകൃത്മന കൃഷ്ണപദാരവിന്ദയോ നിവേശിതം തദ്ഗുണരാഗിയൈരിഹ നതേയമം പാശഭൃതശ്ചതദ്ഭടാൻ സ്വപ്നേപി പശ്യന്തി ശീർണനിഷ്കൃതാഃ. ഇവിടെ പറയാണ്, ഈ ലോകത്തില് ഭഗവാനില്
ആശ്രയിച്ച് ഭഗവാന്റെ പാദങ്ങളെ ആശ്രയിച്ചുകൊണ്ട് ഏതൊരാളാണോ ജീവിക്കുന്നത് അവന് സ്വപ്നത്തിൽ പോലും യമന്റെ ഭയം വേണ്ട. ഇതിന്റെ അർത്ഥം എന്താ ചോദിച്ചാല്, പ്രായശ്ചിത്തം ഉണ്ടെന്ന് പറഞ്ഞ് പാപം ചെയ്യുന്നവർക്കല്ല ഇത് വിധി. ചെയ്തു പോയ തെറ്റുകളെ പശ്ചാത്തപിച്ചുകൊണ്ട്, ചെയ്തല്ലോ എന്നോർത്ത് പശ്ചാത്തപിച്ചുകൊണ്ട് ഏതൊരുവൻ ശിഷ്ടകാലം ഭഗവാന്റെ സ്മരണയോടിരിക്കുന്നോ ആ സ്മരണ കൊണ്ട് തന്നെ അവൻ ഇതുവരെ ചെയ്ത പാപമെല്ലാം ഭസ്മമായിട്ട് പോകും. ഭഗവാന്റെ സ്മരണയുടെ മഹിമ കൊണ്ട് അവന് മുമ്പോട്ട് പാപം ചെയ്യാനും സാധിക്കില്ല. ഇപ്പം കാവേരി മാഹാത്മ്യം പറയുമ്പം ത്രിരാത്രം ജാഹ്നവീ തീരെ പാഞ്ചരാത്രം ദുയാമുനി സദ്യപുനാത് കാവേരി പാപം ആമരണാന്തികം. ഏതൊരാളാണോ കാവേരിയെ നോക്കി നടന്നു പോകുന്നത്, കാവേരി സ്നാനത്തിന് നടന്നു പോകുന്നത്, അവനെ അവസാനം വരെ അവനെ പാപം ബാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ശരീരശുദ്ധി മാത്രമല്ല അവിടെ സംഭവിക്കുന്നത്, മനസ്സുകൂടി ശുദ്ധമാകുകയാണ്. ഈ സ്നാനാദികൾ കൊണ്ട് അല്ലെങ്കിൽ പ്രായശ്ചിത്താദി കർമ്മങ്ങൾ കൊണ്ട് മനസ്സ് ശുദ്ധമാവണം. അതിനെന്താ വേണ്ടത്? മനസ്സിൽ ഭഗവാന്റെ സ്മരണ വരണം. അങ്ങനെ പറഞ്ഞ് ഇതിന് ദൃഷ്ടാന്തമായിട്ട് ഒരു പൂർവ്വകഥയെ ഇവിടെ അവതരിപ്പിക്കുകയാണ്. അത്രചോദാഹദ്രീമ ഇതിഹാസം പുരാതനം ദൂതാനാം വിഷ്ണു യമയോ സംവാദസ്തം നിപോതമ കാന്യകുബ്ജേതി ച കശ്ചിത് ദാസീപതി അചാമിള നാംനാ നഷ്ടസദാചാരോ ദാസ്യാ സംസർഗദൂഷിതഃ. ഇവിടെ ഒരു ബ്രാഹ്മണന്റെ കഥയെ പറഞ്ഞാണ് ഈ നാമമാഹാത്മ്യം പറയുന്നത്. കാന്യകുബ്ജം എന്ന് പറയുന്ന നഗരത്തില് അചാമിളൻ എന്ന് പറയുന്ന പേരായ ഒരു ബ്രാഹ്മണൻ ജീവിച്ചു വന്നു. അതൊക്കെ എന്താ സംഭവിച്ചത് ചോദിച്ചാൽ ആദ്യമേ ആ കഥയങ്ങ് പറയുകയാണ്. അയാളുടെ ഇപ്പോഴത്തെ അവസ്ഥ ആദ്യം പറയുകയാണ്. പൂർവ്വകഥയെ യമകിങ്കരന്മാര് പറയും. ഇവിടെ അയാളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ ചോദിച്ചാൽ, നല്ല സദ്ബ്രാഹ്മണനാണ്, നല്ല കുലത്തിൽ ജനിച്ചു, അച്ഛന് അല്ലെ പിതൃപിതാമഹ പ്രപിതാമഹന്മാരൊക്കെ നല്ല ആചാരത്തോടിരുന്ന കുലമാണ്. പക്ഷെ എന്ത് ചെയ്യാൻ, നമ്മുടെ പൂർവജന്മവാസന ഏതോ ഒരു പുണ്യം കൊണ്ട് നമുക്ക് ഉയർന്ന കുലത്തിൽ ജന്മം കിട്ടും. പൂർവജന്മ സുഹൃതം കൊണ്ട് ബ്രാഹ്മണ കുലം അല്ലെ അങ്ങനെയുള്ള ഉയർന്ന കുലത്തിൽ ജന്മം കിട്ടും. പക്ഷെ അഹങ്കരിക്കരുത്. കാരണം എന്താ വെച്ചാല് അത് ഒരു പുണ്യത്തിന്റെ ഫലമായിട്ടാണ് ദ്വിജത്വം കിട്ടിയത്. ഈ പൂർവജന്മത്തിൽ ചെയ്ത മറ്റു പാപങ്ങളുടെ ഫലമായിട്ട് ഈ ജന്മത്തില് ആ പുണ്യം കൊണ്ട് എന്താ പറയാ, ആ കുലത്തെ തന്നെ നശിപ്പിക്കുന്ന തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യാൻ അയാൾ പ്രേരിതനാകും. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, മഹാത്മാ ശ്രീ അടിയന്റെ പരമേശ്വരി ഗുരുനാഥൻ പറയാറുണ്ട്, ശ്രീ കൃഷ്ണപ്രേമി മഹാരാജ് പറയാറുണ്ട്, നിത്യകർമ്മത്തെ നിരന്തരം അനുഷ്ഠാനം ചെയ്യണം, മുടങ്ങാതെ നിത്യകർമ്മത്തെ ചെയ്യണം. എന്തിനാ നിത്യകർമ്മം ചെയ്യുന്നത്? വേറൊന്നിനുമല്ല, ഇവൻ പൂർവജന്മത്തിൽ ചെയ്ത കർമ്മഫലങ്ങൾ ഇവനെ പിടിക്കാൻ കാത്തിരിക്കുക, ഇവന്റെ പുറകിലുണ്ട്. ഇവൻ എന്ന് പറയുന്നത് നമ്മളെല്ലാവരുടെയും കാര്യമാണ്. നമ്മുടെ എല്ലാം പുറകില് പൂർവജന്മ കർമ്മം വന്ന് നിൽക്കുകയാണ് നമ്മളെ പിടിക്കാൻ. അയാൾ പിടിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ നല്ലതൊന്നും ചെയ്യില്ല, നമ്മളെ പല ചീത്ത വഴിക്കും വിടും. അപ്പോൾ ഇത് പിടിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. എപ്പോൾ നമ്മുടെ നിത്യകർമ്മം മുടങ്ങുന്നു, എപ്പോൾ സന്ധ്യാവന്ദന അനുഷ്ഠാനങ്ങൾ ഒരാൾ മുടക്കുന്നു, ആ സമയത്ത് കയറി പിടിക്കും. ഒരു ദിവസം മുടങ്ങും, 2 ദിവസം മുടങ്ങും, 1 മാസം മുടങ്ങും, 1 വർഷം മുടങ്ങും, പിന്നെ അയാൾക്ക് സന്ധ്യാവനം കഴിച്ച് ഓർമ്മയില്ല. എപ്പോഴോ ഈ മന്ത്രമൊക്കെ കേൾക്കുമ്പോൾ എപ്പോഴോ കേട്ടിട്ടുണ്ടല്ലോ, അച്ഛൻ പറഞ്ഞ് കേട്ടു ഇങ്ങനെ. അപ്പോൾ നിത്യകർമ്മത്തിന് അത്രയും പ്രാധാന്യമാണ്. അങ്ങനെ ഏതൊരാളാണോ ഈ അനുഷ്ഠാനങ്ങളെ കുറച്ച് വരുന്നത് അയാൾ ആപത്തിലേക്ക് പോവുകയാണ്. അതുകൊണ്ടാണ് മഹാത്മാക്കളൊക്കെ സന്ധ്യ വിടാതെ അനുഷ്ഠാനം ചെയ്യും, തപസ്സോടെ ഇരിക്കും. കാരണം എന്താ വെച്ചാൽ ഏത് സമയത്തും ഈ ആപത്ത് വരാം. ഇവിടെ ഇദ്ദേഹത്തിന് ഏതോ ഒരു പ്രാരബ്ധം, അദ്ദേഹത്തിന്റെ മനസ്സൊക്കെ മാറി ഇപ്പൊ ഒരു വേശ്യയുടെ കൂടെയാണ്. അങ്ങനെ കുടുംബം കഴിച്ചു പോകുന്നു. അപ്പൊ അദ്ദേഹം വരുന്ന സമയത്ത് വേശ്യയുടെ കൂടെ കൂടുന്ന സമയത്ത് കുറച്ച് ധനം കൊണ്ടുവന്നു. ഈ ധനം ഉള്ളപ്പോഴാണ് നമുക്ക് എല്ലാവരും ഉണ്ടാവുക. ധനം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവിധമായ ബലവും ഉണ്ടാവും. ആൾബലം ഉണ്ടാവും, സുഹൃത്തുക്കളുടെ ബലം ഉണ്ടാവും, കുടുംബത്തിൽ നമുക്കൊരു വിലയുണ്ടാവും അല്ലേ. കുടുംബത്തിൽ നമ്മൾ പറഞ്ഞാൽ കേൾക്കും, ഭാര്യ പറഞ്ഞാൽ കേൾക്കും. ഭർത്താവ് ജോലിക്ക് പോയി സമ്പാദിക്കുന്ന ആളാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞാൽ കേൾക്കും. എന്തെങ്കിലും ഒരു അസുഖം വന്നു കിടപ്പയച്ചാൽ പതിവ്രതയായ ഭാര്യയാണ്, നല്ല ഭാര്യയാണെങ്കിൽ കുഴപ്പമില്ല. ഇല്ലെങ്കിൽ ആ വാക്കുകളൊക്കെ അദ്ദേഹത്തിന് കേൾക്കാൻ പറ്റാതെ ഹാർട്ട് അറ്റാക്ക് വന്നു പോകും ആ കിടപ്പിൽ തന്നെ അല്ലേ. അപ്പോൾ സമ്പത്തുള്ള കാലം വരെ നമുക്ക് മധുരമായ വാക്കുകൾ നമുക്ക് കാതിൽ വീഴും. അത് കഴിഞ്ഞാൽ അത് കിട്ടണമെന്ന് ഉറപ്പില്ല. ഇവിടെ ഇദ്ദേഹത്തിന്റെ ധനമൊക്കെ തീർന്നു. ഇനി ഭാര്യ എന്താ ചെയ്യാ, സമ്പാദിച്ചിട്ട് വരുമെന്ന് പറയും. ഇയാൾക്ക് സമ്പാദിക്കാൻ അവിടെ കാട്ടിലെവിടെയാ ക്ഷേത്രമുണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പൂജ, വൈദിക കർമ്മത്തിന് ഇയാൾക്ക് എല്ലാം അറിയാം. ഈ ബ്രാഹ്മണനെ വൈദിക വൃത്തി എല്ലാം അറിയാവുന്ന ബ്രാഹ്മണനാണ്. പക്ഷെ അതെല്ലാം വിട്ടിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ എന്താ ചെയ്യുക, സമ്പാദിക്കാൻ ഒന്നും അറിയില്ല. ഇനി ചെയ്യേണ്ടത് പ്രാകൃതമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുക. അങ്ങനെ
ഒരു സത്വഗുണ പ്രധാനിയായിരിക്കുന്ന ഒരു ബ്രാഹ്മണൻ, അയാൾക്ക് കള്ളം പറയാൻ പോലും അറിയില്ല ശരിക്കും അല്ലേ. ആ സത്വഗുണത്തിൽ ഇരിക്കുന്ന ഒരാൾക്ക് അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾ നിത്യം ചെയ്തു വരിക, സാത്വികമായ വിഷയങ്ങൾ കേൾക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാൾക്ക് അധർമ്മം ചിന്തിക്കാനേ പറ്റില്ല. പക്ഷെ ഇവിടെ ഇദ്ദേഹത്തിന് വേറെ വഴിയില്ലാതെ ചൂത് കളിക്കുക. അതുപോലെ തന്നെ യാത്രക്കാരെ ബന്ധക്ഷ കൈതവൈ, ബന്ധക്ഷ ഈ യാത്രക്കാരെ തടഞ്ഞു വെച്ച് അവരുടെ പൈസ എടുക്കുക. ഈ കാട്ടിലൂടെ വാണിജ്യക്കാർ യാത്ര ചെയ്യും. നഗരങ്ങളിലേക്ക് ഒരു നഗരത്തിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി അവരുടെ നാട്ടിൽ കൊണ്ടുവച്ച് വിൽക്കും. അപ്പോൾ പോകുന്ന സമയത്ത് അവരുടെ കയ്യിൽ ധനമുണ്ട്, തിരിച്ചു വരുമ്പോൾ സാധനമായിരിക്കും. അപ്പോൾ പോകുന്ന സമയത്ത് ധനമുണ്ടെന്നുള്ളത് ഈ ബ്രാഹ്മണൻ അറിയാം, അജാമലൻ അറിയാം. അയാൾ എന്ത് ചെയ്യുവെച്ചാൽ ഈ ധനത്തെ അപഹരിക്കാൻ വേണ്ടി ഇവരെ അടിച്ച് അവരെ കെട്ടിയിട്ട് മർദ്ദിച്ച് അവരുടെ ധനം വാങ്ങും. ഈ ധനം കൊണ്ടുപോവുക. അതുപോലെ തന്നെ ചൂത് കളിച്ച് പൈസ സമ്പാദിക്കുക, മോഷണങ്ങൾ ചെയ്യുക. ഇങ്ങനെ എന്താ പറയുക, വളരെ അധർമ്മമായിട്ട് അദ്ദേഹം ജീവിച്ചു വരികയാണ്. ഇനി ജീവിച്ചു വന്ന് അദ്ദേഹത്തിന് 80 വയസ്സായി. അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിന് 10 കുട്ടികളുണ്ടായി എന്നാണ്. അഷ്ടാശീത്യായുഷസമ, ഏകദേശം 80 വയസ്സിനടുത്ത് പ്രായമുണ്ട് ഇപ്പം അദ്ദേഹത്തിന്. അങ്ങനെയുള്ള ആ ബ്രാഹ്മണൻ, അദ്ദേഹത്തിന് 10 മക്കളുണ്ടായി. അതിൽ 10ാമത്തെ പുത്രന് നാരായണൻ എന്ന് പേരിട്ടു. ഈ നാരായണൻ എന്നുള്ള പേര് തസ്യ പ്രവയസപുത്ര ദശതേഷാം തുയോവയമ ബാലോ നാരായണോ നാംന പിത്രോശ്ചദ്ദയിതോ വൃഷം. ഈ നാരായണൻ എന്നുള്ള നാമം ഏറ്റവും അവസാനത്തെ കുട്ടി കിട്ടും. വേണമെങ്കിൽ പിങ്കുന്നോ മിങ്കുന്നോ ഒക്കെ ഇടാം, അല്ലെ? ഇന്ന് ഇടുന്ന പോലെ അച്ഛൻ്റെ അമ്മയുടെയും പേരിൻ്റെ ആദ്യ അക്ഷരങ്ങളൊക്കെ എടുത്ത് അങ്ങനെയൊക്കെ ഇടുന്ന സമ്പ്രദായമാണിപ്പോൾ. കാരണം അല്ലെങ്കിൽ പിണങ്ങും, വൈഫ് പിണങ്ങും വൈഫിൻ്റെ പേരിട്ടില്ലെങ്കിൽ. അപ്പോൾ അത് പാടില്ല, അയാളെ സന്തോഷിപ്പിക്കണമല്ലോ എന്ന് വെച്ചിടും. പക്ഷെ അത് ചിലപ്പോൾ ഇട്ട് വരുമ്പോഴത്തേക്കിനും വളരെ കഠിനമായ പേരുകളാക്കും ആയിരിക്കും. അർത്ഥമൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മഹാപാപി എന്നർത്ഥം വരും, ഇല്ലേ? ഇപ്പോൾ ഒരു പേര് കഴിഞ്ഞ ദിവസം കേട്ടാൽ ഒമിക എന്ന പേര്. അപ്പോൾ എനിക്കിത് കേട്ടിട്ട് മനസ്സിലാവാത്തതുകൊണ്ട് ഞാനത് ഡിക്ഷണറിയിൽ അടിച്ചു നോക്കി. ഒമിക എന്ന് അടിച്ചു നോക്കിയപ്പോഴത്തേന് ഈജിപ്തിലൊരു പേരാണ്. അതിൻ്റെ അർത്ഥം എന്താ ചോദിച്ചാൽ, ഇനി ആരും ഇടരുത് ആ പേര്, മരണം, അന്ത്യം, അവസാനം എന്നൊക്കെയാണ്. അവർക്കറിയില്ല അത്. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാലത്തെ പേരുകൾ. കാരണം എന്താ, പുണ്യമില്ല. പുണ്യം കുറയുന്നതനുസരിച്ച് നമ്മളിൽ പുണ്യം കുറയുന്നതിൻ്റെ ലക്ഷണം എന്താ ചോദിച്ചാൽ, ഇതിലെല്ലാം വിമുഖമായിട്ട് പോവാം. ഇതിലേക്ക് വരില്ല, ഇതിൽ നിന്നെല്ലാം വിമുഖമായിട്ട് ഭഗവൻ നാമത്തിലും ഭാഗവതത്തിലും മഹാപുരുഷന്മാരിലും തീർത്ഥങ്ങളിൽ എല്ലാത്തിലും ഒരു വിശ്വാസമില്ലാതെ പോകുന്നതാണ് പാപം കുറയുന്നതിൻ്റെതായ ലക്ഷണങ്ങൾ. ഇപ്പം ഇവിടെ ഇദ്ദേഹത്തിൻ്റെ ജന്മാന്തര പുണ്യം കൊണ്ട് നാരായണന് പേരിട്ട് അതിനൊരു കഥ പറയാറുണ്ട്. ഒരു മഹാത്മാവ് ആ കാട്ടിൽ വരികയും ആ സ്ഥലത്ത് വരികയും അദ്ദേഹം അവിടെയുള്ളവരോട് ചോദിച്ചു, ഇവിടെ എവിടെയാ ഭിക്ഷ കിട്ടുക എന്ന് ചോദിച്ചു. അപ്പോൾ സന്യാസികൾ ഭിക്ഷയാണ് എടുക്കുക, അതും ശുദ്ധമായിട്ടുള്ള ഇടത്തേ കഴിക്കുള്ളവർ. അപ്പോൾ അവിടെയുള്ളവർ തമാശ പറഞ്ഞു, അവിടെ ഒരു സജ്ജനങ്ങൾ താമസിക്കുന്നുണ്ട്, അവിടെ പോയി കഴിക്കുമെന്ന്. ആ സമയത്ത് ഈ വേശ്യാലയത്തിൽ വരികയും അദ്ദേഹം ആ സ്ത്രീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അദ്ദേഹത്തിൻ്റെ കരുണ കൊണ്ട് ആ സമയത്ത് 10ാമത്തെ കുട്ടി ജനിച്ച് നാമകരണത്തിന് സമയമായിരിക്കുകയാണ്. ആ സമയത്ത് മഹാത്മാവ് ഈ കുട്ടിയെ കണ്ടു. മഹാത്മാക്കൾ എപ്പോഴും കൃപ ചെയ്തുകൊണ്ടേയിരിക്കും. നമുക്കറിയില്ല അവരുടെ കൃപ. മഹാത്മാക്കളുടെ ഒരു മഹത്വം എന്താ ചോദിച്ചാൽ അവരുടെ കൃപയാണ്. എങ്ങനത്തെ കൃപയാ ചോദിച്ചാൽ അതിരില്ലാത്ത കൃപ. ഇവൻ നന്നായിരിക്കണം, ഇവൻ്റെ അടുത്ത് വന്നല്ലോ, ഇവൻ നന്നായിരിക്കണം, ഇവൻ ക്ഷേമമായിട്ടിരിക്കണം, ഇവൻ്റെ കുടുംബം നന്നായിരിക്കണം. ഭഗവാൻ എങ്ങനെയാണോ കൃപ, അതേപോലെയാണ് മഹാത്മാക്കൾ. അവരുടെ ആ കൃപാശക്തി കൊണ്ട് അവരെ ആശ്രയിക്കുന്നവർക്ക് ക്ഷേമങ്ങൾ ഏർപ്പെടുന്നു. അപ്പോൾ ഇവിടെ ആ മഹാത്മാവിൻ്റെ വായിൽ നിന്ന് നാരായണൻ എന്ന് പേരിട്ടു എന്ന് സജ്ജനങ്ങൾ പറയാറുണ്ട്. എങ്ങനെയായാലും ഇവിടെ ആ പേര് വന്നു. അദ്ദേഹത്തിന് വയസ്സായി, അദ്ദേഹത്തിന് ഏകദേശം മരണമെടുക്കുന്ന സമയത്ത് നമുക്കറിയാം, ഈ നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളൊക്കെ എന്തിനാ ചോദിച്ചാൽ അവസാന കാലം സുഖമായിട്ട് പോകണം, ആരെയും ബുദ്ധിമുട്ടിക്കാതെ. അല്ലെ, പണ്ടുള്ള വയസ്സായവരൊക്കെ പറയുന്ന കേൾക്കാം, അമ്പലത്തിൽ ഒന്ന് പ്രാർത്ഥിക്കുക, ചിലപ്പോൾ ഉറക്കമൊക്കെ പ്രാർത്ഥിക്കും, ഭഗവാനെ എന്നെ കിടത്തരുത്, എൻ്റെ മക്കളെ വിഷമിപ്പിക്കാതെ പോണേന്ന്. നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് ചെറുപ്പമുള്ള ഈ പ്രായത്തിൽ നമുക്കത് കേൾക്കുമ്പോൾ ചിരി വരും. ഈ മുത്തശ്ശി എന്താ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്? പക്ഷേ നമ്മൾ മധ്യവയസ്കിലേക്ക് അടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, വാർദ്ധക്യം എന്ന് പറയുന്ന ഭീതി നമുക്ക് അപ്പോഴാണ് മനസ്സിലാകുക എത്ര കഠിനമാണെന്ന്. പ്രത്യേകിച്ച് മക്കൾ പറഞ്ഞാൽ കേൾക്കാതെ വരിക, നമുക്ക് നമ്മുടെ വിഷമം കേൾക്കാൻ ആളില്ലാതെ വരിക, സാരമല്ല ആ ഒരു അവസ്ഥ.
അപ്പോൾ അവരെന്ത് ചെയ്യും? അറിവുള്ളവരെന്ത് ചെയ്യും? ഭഗവാനോട് പോയി പറയും, ഭഗവാനല്ലേ ജഗദ്ഗുരു, ഭഗവാനല്ലേ ആശ്രയം, ഭഗവാനല്ലേ അന്തര്യാമി, ഭഗവാനല്ലേ എല്ലാം. അങ്ങനെയുള്ളതായ ഭഗവാനോട് പോയി പ്രാർത്ഥിക്കും, ഭഗവാനെ അവസാന കാലം ശ്രമമില്ലാതെ പോകാൻ പറ്റണേ. ഇതിന് പല കാരണങ്ങളുണ്ട്. അവസാനകാല ശ്രമത്തോടെ പോയാൽ തിരിച്ചും ശരീരം എടുക്കണം, അതോ എന്തിനെ വിചാരിച്ചു പോകുന്നു അതെടുക്കണം. ഗീതയിൽ ഭഗവാൻ പറഞ്ഞ പോലെ വിസ്മരൻ ഭാവം ത്യജത്യന്തേകളേബരം തം തമേവേദി കൗന്ദേയ സതാതത് ഭാവഭാവിത. എന്തിനെ സ്മരിച്ചുകൊണ്ട് അവസാന ശരീരം വിടുന്നോ അതായിട്ട് ഭവിക്കും. ഇനി നമ്മൾ വിചാരിക്കും, ഇപ്പോൾ ഒക്കെ സിനിമയും കണ്ട് ബീച്ചിലൊക്കെ പോയി, ഇപ്പോൾ ഇവിടെ എന്താ ഫെസ്റ്റിവൽ ഉണ്ട്, അവിടെ എല്ലാം പോയിട്ട് വരാം, അവസാന സമയം അപ്പം നോക്കാം. ആ സമയത്ത് ഭാഗവതമൊക്കെ എടുത്ത് വെക്കാം, നടക്കില്ല. കാരണം അവസാന നിമിഷം ഈ സ്മരണകളൊക്കെ വന്ന് നിൽക്കും. ഈ കണ്ട സിനിമകൾ വരും, ഈ പോയ ബീച്ചിൻ്റെ രൂപങ്ങളൊക്കെ വരും, ഇല്ലേ? ഇതൊക്കെ വന്ന് നിൽക്കും. അപ്പം നമ്മൾ പറയുകയാണ്, ഇതൊക്കെ മാറൂ പോകും, എനിക്ക് നിങ്ങളെ ഒന്നും വേണ്ട, എനിക്ക് നിങ്ങളെ ഒന്നും കാണണ്ട എന്ന് പറഞ്ഞാൽ അവർ തിരിച്ച് നമ്മളോട് ചോദിക്കും, നീയല്ലേ എന്നെ വെച്ചോണ്ടിരുന്നത്, നീ നിന്റെ നല്ല കാലം മുഴുവൻ എന്നെ സ്മരിച്ചോണ്ടിരുന്നു, ഞാനെവിടെ പോകും? ഈ സ്മരണയ്ക്ക് ഒരു ശക്തി ഉണ്ടല്ലോ, അല്ലേ? അപ്പോൾ ആ സമയത്ത് നമ്മൾ ഭഗവാനെ സ്മരിക്കണം എന്ന് വിചാരിച്ചാൽ വരണം എന്ന് ഉറപ്പില്ല. അപ്പോൾ ഇരിക്കുന്ന കാലം ഭഗവത് സ്മരണയോടുകൂടി ഇരിക്കണം. ഗീതയിൽ യഥാശാസ്ത്രം, അല്ലേ, ഏകം ശാസ്ത്രം ദേവകീ പുത്രഗീത, അതിന് മേളിലൊരു ശാസ്ത്രമില്ല, അതിൽ പറഞ്ഞ ഉപദേശങ്ങൾക്ക് മേളിൽ ഉപദേശമില്ല. ഇതിനെ വേണ്ട പോലെ പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. അപ്പം ഇവിടെ ആ യമദൂതന്മാർ വന്നു, ഏകദേശം മൃത്യുവിൻ്റെ സമയമാകുമ്പോൾ അവർ വരും. ആ സമയത്ത് വന്നു, അജാമിളൻ കണ്ടു. ഇവരെ കണ്ടപ്പോൾ ഭയമായി. കാരണം എന്താ? പോകാൻ സമയമായി, ഇതൊക്കെ വിട്ടിട്ട് പോകണം, മക്കളെയൊക്കെ ഇനിയും കൊഞ്ചിച്ച് തീർന്നിട്ടില്ല. ഇളയ കുട്ടിക്ക് അല്ലേ അധികം വയസ്സൊന്നും ആയിട്ടില്ല, അയാളെ ഒന്ന് എടുത്തു വെച്ച് കൊഞ്ചിച്ചില്ലേ, കളിച്ചുകൊണ്ടിരിക്കുന്ന പ്രായമാണ്. അപ്പോൾ ആഗ്രഹം തീർന്നിട്ടില്ല. ആഗ്രഹം തീരാതെ പോകുമ്പോഴാണ് പിന്നെയും ജനനമരണ ചക്രങ്ങൾ പെടുക, അല്ലേ? വലിയൊരു ഉപദേശമാണത്, വലിയൊരു കാര്യമാണ്. ജനനമരണ ചക്രങ്ങളിൽ പെടുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ആഗ്രഹം പൂർത്തിയാവാതെ പോകുന്ന ജീവനം. നമ്മുടെ ആഗ്രഹം ഇല്ലാതാക്കാൻ പറ്റില്ല, ആഗ്രഹം വന്നുകൊണ്ടേയിരിക്കും, തിരമാല വരുന്ന പോലെ വരും. ഈ ആഗ്രഹത്തെ എങ്ങോട്ടാക്കണം ചോദിച്ചാൽ ഭഗവാന്റെ വിഷയത്തിലേ പറയണം. ഇന്ന് നാമം ജപിക്കണം, ഇന്ന് സഹസ്രനാമം ജപിക്കണം, ഇന്ന് നാരായണീയം വായിക്കണം, ഇന്ന് ഗീത വായിക്കണം, ഇന്ന് വൈകിട്ട് അമ്പലത്തിൽ പോയി പ്രദക്ഷിണം വെക്കണം. ഇങ്ങനെ നമ്മുടെ ആഗ്രഹങ്ങളെ നിർത്താൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല. ആഗ്രഹങ്ങളെ എന്ത് ചെയ്യണം? ഭഗവത് വിഷയമാക്കി മാറ്റണം. ഭഗവത് വിഷയമാക്കി ആഗ്രഹങ്ങളെ മാറ്റുന്ന സമയത്ത് നമുക്ക് വേണ്ടതായ ജന്മല സാഫല്യം ഉണ്ടാവും. അതിനെന്താ വേണ്ടത്? സത്സംഗമാണ് വേണ്ടത്. സത്സംഗത്തെ നിസ്സംഗത്വം, നിസ്സംഗത്തെ നിർമോഹത്വം, നിർമോഹത്തെ നിശ്ചലതത്വം, നിശ്ചലതത്തെ ജീവൻ മുക്തി. ആദ്യം വേണ്ടത്, ഇതിനൊക്കെ വേണ്ടത് സജ്ജനങ്ങളുടെ സംഘമാണ്. ഇവിടെ ഇദ്ദേഹം യമദൂതന്മാരെ കണ്ടു, ഭയന്നു. ഭയത്തിൽ എന്താ ചെയ്തെച്ചാൽ അദ്ദേഹം ദൂരേ ക്രീഡനകാസക്തം പുത്രം നാരായണാഭയം പ്ലാവിതേന സ്വരേണോച്ചേ ആജുഹാരാകുലേന്ദിയ. ഇത് എന്ത് ചോദിച്ചാല് തൻ്റെ പുത്രൻ ജനലിൽ കൂടെ കാണാം, ദൂരെ കളിക്കുന്നത് കാണാം, കുട്ടികളുടെ കൂടെ ഇരുന്ന് കളിപ്പാട്ടം വെച്ച് കളിക്കുകയാണ്. ഇദ്ദേഹം നോക്കിയപ്പോൾ മകനെയാണ് കണ്ടത്. എന്താ ഇത്? ഈ ഭയത്തില് ആരെയാ വിളിക്കേണ്ടതെന്ന് അറിയില്ല. പുത്രനെ കണ്ടു, ഉടനെ പുത്രനെ വിളിച്ചു. പുത്രന്റെ പേരെന്താണ്? നാരായണൻ. എല്ലാവരും പറയും നാരായണൻ. പേര് നാരായണനാണ്. ഈ കുട്ടി ഈ അജാമിളൻ വിളിക്കുകയാണ്, നാരായണ. ഈ ശരിക്കും പറഞ്ഞാല് ഈ കഫം വന്ന് തങ്ങി നിൽക്കുകയാണ്. അജാമിളൻ ശരിക്കും മിണ്ടാൻ പോലും വയ്യ, ഈ കണ്ഠത്തിൽ വന്ന് കഫം നിൽക്കുകയാണ്. പിന്നെയോ ശരീരത്തിന്റെ ക്ഷീണം എല്ലാ തരത്തിലും ശബ്ദത്തിലും ഒക്കെ ഉണ്ട്. ശരിക്കും ഒച്ചത്തിൽ വിളിക്കുന്ന സമയത്ത് ക്ലിയർ ആകുന്നില്ല, വെളിയിൽ നിന്ന് കേട്ടാൽ മനസ്സിലാവില്ല പെട്ടെന്ന്. എങ്കിലും വിളിക്കുകയാണ്, നാരായണ നാരായണ, ഇങ്ങനെയൊക്കെ വിളിക്കുക. ഇത് കേട്ടു, മകൻ കേട്ടു. കുട്ടി കൂടെയുള്ളവർ പറഞ്ഞു, അതാ അച്ഛൻ വിളിക്കുന്നു. പ്ലാവിതേന, അല്ലേ? പ്ലാവിതേനാന്ന് നീട്ടിയാ വിളിച്ചത്. അപ്പൊ കേൾക്കാതിരിക്കില്ല, കേൾക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് വിളിച്ചത്. അപ്പൊ ഈ കുട്ടിയെ വിളിച്ചു. കുട്ടി പറഞ്ഞു, അച്ഛൻ എന്നെ എപ്പോഴും വിളിക്കാറുള്ളതാണ്, ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, സാരില്ല നമുക്ക് കളിക്കാമെന്ന് പറഞ്ഞു. ആള് പോയി. പക്ഷേ കുട്ടി വന്നോ ഇല്ലയോ, അവിടെ വേറെ രണ്ടുപേര് വന്നു. അതാണ് നമ്മൾ ആശ്രയിക്കുന്ന, നമ്മൾ മക്കളെ ആശ്രയിക്കും. പക്ഷേ നമ്മളെ രക്ഷിക്കാൻ വരുന്ന മക്കളാണോ ചോദിച്ചാൽ അല്ല. പിന്നെയോ ഭഗവാനാണ് വരുന്നത്. അപ്പൊ മക്കളെ എങ്ങനെ ആശ്രയിക്കണം ചോദിച്ചാൽ ഭഗവാന്റെ നാമം വിളിച്ച് ആശ്രയിക്കണം. ഇവിടെ നേരെ വിളിച്ച് വേറെ എന്തെങ്കിലും ഒരു നാമം ഇട്ടിരുന്നെങ്കിലോ ആരും വരില്ല, അല്ലേ? ഇപ്പൊ നാമത്തിന്റെ മാഹാത്മ്യം ഇവിടെ ആരംഭിക്കുകയാണ്. ഇവിടെ നാരായണ എന്ന് വിളിച്ചത് കൊണ്ട് ഭഗവാന്റെ നാമം അത്
ആരെ ഉദ്ദേശിച്ച് വിളിച്ചാലും സാരമില്ല, ഇവിടെ ഭഗവാന്റെ നാമാണല്ലോ വിളിച്ചത്, അതുകൊണ്ട് മാത്രം ആ ഒരൊറ്റ നിയമം കൊണ്ട്, ആ ഒരൊറ്റ കാര്യം കൊണ്ട് വിഷ്ണു ദൂതന്മാർ വന്നു, വിഷ്ണുവിൻ്റെ പാർഷദന്മാർ വന്നു അവിടെ. ആ സമയത്ത് വിഷ്ണുവിൻ്റെ പാർഷദന്മാർ അവിടെ വന്നു, യമദൂതന്മാരെയും കണ്ടു. വിഷ്ണുവിൻ്റെ പാർഷദന്മാർ അവർ കൊണ്ടുപോകാനുള്ള ആരംഭത്തിലാണ്, അവര് ഇദ്ദേഹത്തെ കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ആ സമയത്ത് യമദൂതന്മാർ പറഞ്ഞു, നിങ്ങൾ ആരാണ്? നിങ്ങളെ കണ്ടിട്ട് നല്ല തേജസ്വികളായിട്ടുണ്ടല്ലോ, നിങ്ങൾ വിഷ്ണുവിൻ്റെ എന്തെങ്കിലും സംബന്ധമുള്ളവരാണോ എന്നൊക്കെ ചോദിക്കുന്നു. ആ സമയത്ത് വിഷ്ണുവിൻ്റെ ഭഗവാന്റെ അടുത്തുനിന്ന് വന്നവരാണ് എന്നൊക്കെ പറയുന്നു. ഇനി അജാമിളൻ ഞങ്ങൾക്കുള്ളതാണെന്ന് പറഞ്ഞു. അപ്പം യമദൂതന്മാർ പറഞ്ഞു, അതെങ്ങനെയാണ്? ഇത്രയും കാലം പാപം ചെയ്ത് ഇത്രയും കൊടുപാപിയായിട്ടിരുന്ന അജാമിളനെ എങ്ങനെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കാം എന്നൊക്കെ ചോദിക്കുന്നു യമദൂതന്മാർ. വിഷ്ണുപാർഷദന്മാർ തിരിച്ചു ചോദിക്കുകയാണ്, നിങ്ങൾ യമദൂതന്മാരല്ലേ, യമരാജാവിൻ്റെ കൂടെ ഇരിക്കുന്നവരല്ലേ? അപ്പോൾ യമരാജാവിൻ്റെ കൂടെ ഇരിക്കുന്ന നിങ്ങൾക്ക് വേണ്ട പോലെ ധർമ്മങ്ങളൊക്കെ അറിയായിരിക്കുമല്ലോ. യൂയംബൈ ധർമ്മരാജസ്യ യതി നിർദ്ദേശകാരിണ ഭൂതധർമ്മസ്യ നസ്തത്വം യച്ഛ ധർമ്മസ്യ ലക്ഷണം. നിങ്ങൾക്ക് വേണ്ട പോലെ ഈ ധർമ്മത്തെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ. അതില് എന്താണ് പറയൂ, നിങ്ങൾ എന്താ പഠിച്ചു വെച്ചിരിക്കുന്നേ പറയൂ. ആ സമയത്ത് യമദൂതന്മാര് ഇങ്ങനെ അവർ പഠിച്ചു വെച്ച കാര്യങ്ങൾ, കാരണം ഇത് ആദ്യത്തെ സംഭവമാണ്, ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇല്ല. ഈ അന്ത്യകാലത്തിൽ ഭഗവാന്റെ നാമം വിളിച്ച് അവർക്ക് ഒരു എക്സ്പീരിയൻസ് വന്നിട്ടില്ല. അപ്പൊ ആദ്യമായിട്ടാണ് ഒരാൾ നാരായണ എന്ന് വിളിച്ചത്. അപ്പോൾ ഇവിടെ ആകെ ഒരു സംശയം ഇല്ലേ, നമുക്ക് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ സംശയം വരും. ധർമ്മ വിഷയത്തിൽ നമുക്ക് അനവധി സംശയം വരും. അപ്പോൾ നമ്മൾ നല്ലൊരു ആചാര്യനെ ആശ്രയിച്ച് ചോദിക്കണം, ഇവിടെ എന്താ ചെയ്യേണ്ടത്. ഈ പൂജാ വിഷയങ്ങളൊക്കെ അനവധി സംശയങ്ങൾ വരും ഇങ്ങനെയുള്ള ധർമ്മ വിഷയങ്ങളിലൊക്കെ. അപ്പോൾ ഇവിടെ യമദൂതന്മാർ പറയുകയാണ്, വേദമാണ് പ്രമാണം. ആ വേദത്തിൽ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളാണ് ശാസ്ത്രങ്ങൾ, ആ ശാസ്ത്രവുമാണ് പ്രമാണം. ആ ശാസ്ത്രം വിധിച്ച പോലെ ജീവിക്കുന്ന ഒരാൾക്ക് മാത്രമാണ് ഭഗവാൻ നാരായണന്റെ അനുഗ്രഹം കിട്ടുക. അവരുടെ ജന്മമാണ് ഈ നരകത്തിൽ പോയി വീഴാതെ നേരെ സ്വർഗാദി ലോകങ്ങളിൽ പോവുക, അല്ലെങ്കിൽ മോക്ഷം പോവുക. ഇതൊക്കെ ആർക്കാ കിട്ടുക ചോദിച്ചാൽ, ജീവിച്ചിരിക്കുന്ന കാലം മുഴുവൻ ധർമ്മത്തോടെ ഇരുന്ന്, ജീവിച്ചിരിക്കുന്ന കാലം മുഴുവൻ സദാചാരത്തോടിരുന്ന്, സദാചാര നിഷ്ഠനായിട്ടിരിക്കണം. ഏതോ ഒരു ദിവസം ചെയ്തു, ഇന്നൊരു ഒന്നരവാടം ഇന്ന് സദാചാരത്തോട് ഇരുന്നു, നല്ല അനുഷ്ഠാനത്തോട് ഇരുന്നു. നാളെ വീട്ടിൽ ഭയങ്കര വഴക്കും ബഹളവും, അമ്മയെ വഴക്ക് പറയുക, അച്ഛനെ വഴക്കും, അച്ഛൻ പറയുന്ന കേൾക്കാതിരിക്കുക. അപ്പൊ ഇയാളുടെ ധൈര്യം എന്താ ചോദിച്ചാൽ, ഇന്നലെ ഞാൻ ഇരുന്നല്ലോ, ഇന്നിപ്പോ ഇങ്ങനെ ഇരിക്കാം. അയാൾക്ക് ഉള്ളിന്റെ ഉള്ളിൽ ഇതാ ഇഷ്ടം, ഇങ്ങനെ ഇരിക്കാൻ. പിന്നെ അടുത്ത ദിവസം ഇരിക്കാം. ഇതൊന്നുമല്ല, സദാചാരനായിട്ട് അതൊരു നിഷ്ഠയോടുകൂടി, അതൊരു പ്രേമത്തോടുകൂടി, അതൊരു ഭക്തിയോടുകൂടി അനുഷ്ഠാനബദ്ധനായിട്ട് വേദം വിധിച്ചതായ കർമ്മങ്ങളെ അനുഷ്ഠിച്ച് അങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരാൾക്കല്ലേ സദ്ഗതി കിട്ടുക എന്ന് അവർ ചോദിക്കുകയാണ്. അവരതാണ് പഠിച്ചു വെച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, അവർ കുറച്ച് പേരുടെ പേര് പറയുകയാണ്. ഇത് നമുക്കൊരു ഉപദേശമാണ്. കാരണം എന്താ, നമ്മൾ ഇവരെയൊക്കെ കാണുമ്പോൾ സൂക്ഷിക്കണം. ആരെയൊക്കെയാ സൂക്ഷിക്കേണ്ടത്? സൂര്യ, അഗ്നി, ഖം, മരുത്, ഗാവ, സോമ, സത്യാഹനി, ദിശ. കുറച്ച് പേരെ പറയാണ്. സൂര്യൻ, അഗ്നി, ആകാശം, വായു, പശു, ചന്ദ്രൻ, സന്ധ്യ, രാപ്പകല്, ദിക്കുകള്, ജലം, ഭൂമി, കാലം, ധർമ്മ, ധർമ്മദേവൻ എന്നിങ്ങനെയുള്ളവരെ പരിചയപ്പെടുത്തുകയാണ് ഇവിടെ യമദൂതന്മാർ. ഇവരെന്തിനാ ഇപ്പൊ പറഞ്ഞത് ചോദിച്ചാൽ, വേറെ ഒന്നിനും അല്ല പറഞ്ഞത്. നമ്മൾ രാവിലെ എണീറ്റ് രാത്രി കിടക്കുന്നവരെ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെ കുറച്ച് പേര് നിരീക്ഷിക്കുന്നുണ്ട്. അത് ആരൊക്കെയാ ചോദിച്ചാൽ, സൂര്യോഗ്നിഖം മരുദ്ഗാവ സോമസന്ധ്യാഹനി ദിശ. ഇപ്പൊ പറഞ്ഞതായി സൂര്യൻ, ചന്ദ്രൻ, ദിശ, ദിക്കുകള്, നക്ഷത്രങ്ങള്, പശു എല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. അപ്പോ നമ്മൾ വീട്ടിനകത്തിരുന്നാണല്ലോ കള്ളം പറഞ്ഞത്, അല്ലെ വീട്ടിനകത്തിരുന്നാണല്ലോ പരദൂഷണം പറഞ്ഞോ, ഇതിപ്പോ ആര് കേൾക്കാൻ? ഇതിപ്പോ ഇത് കണക്കി കേട്ടില്ലായിരിക്കും എന്ന് വിചാരിച്ച തെറ്റി. കാരണം എന്താ, ദിക്കുകൾ സാക്ഷിയാണ്, മനുഷ്യര് കാണണ്ട. ഇനി ഭഗവാൻ ഇല്ലാത്ത ഇടവില്ല. എന്നാലും അജ്ഞാനത്തിന്റെ ഒരു ലെവലില് നമ്മൾ വിചാരിക്കും ക്ഷേത്രത്തിലാണ് മൂർത്തി, അല്ലെങ്കിൽ വിഗ്രഹം ഉണ്ടെങ്കിലേ അവിടെ സാന്നിധ്യം ഉള്ളൂ എന്നൊക്കെ. ഭഗവാൻ നിറഞ്ഞു നിൽക്കുകയാണ്, ഭഗവാൻ ഇല്ലാത്തൊരിടമില്ല. അപ്പോ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഓരോ കാര്യങ്ങളും ഇവരെല്ലാം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവര് പോയി പറഞ്ഞാൽ അത് തട്ടില്ല.
യമധർമ്മരാജാവായിക്കോട്ടെ ധർമ്മദേവതകളായിക്കോട്ടെ ഇവരുടെ വാക്കിനെ തട്ടില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും സദാസമയത്തും 24/7 എല്ലാ സമയത്തും ധർമ്മത്തോടിരിക്കണം. കാരണം എന്താ, നമ്മളെ CCTV ക്യാമറ ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. 12-13 CCTV ക്യാമറകളാണ് നമ്മുടെ കൂടെ എപ്പോഴും. രക്ഷപ്പെടാൻ പറ്റുമോ? ഇല്ല. പെറ്റി വരുന്ന, ഇപ്പം ഗവൺമെന്റിൽ നിന്ന് പെറ്റി വരുന്ന പോലെ ആയിരിക്കില്ല വരുന്നത്, അത് പൈസ അടച്ചാൽ തീരും അല്ലേ? പക്ഷെ ഇതങ്ങനെയാണോ? ജന്മങ്ങൾ അനുഭവിക്കണം. പാപത്തിന്റെ കാഠിന്യം അനുസരിച്ച് പല ജന്മങ്ങൾ എടുക്കും. ഇവിടെ ഇതൊക്കെ പറയുകയാണ്, അത് വിസ്തരിക്കാൻ സമയമില്ല, അത് ഓരോന്നും ഇവിടെ പറയുകയാണ്. ഇങ്ങനെ പലതരത്തിൽ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് യമധർമ്മരാജാവ്. ഇങ്ങനെ പാപങ്ങൾ ചെയ്തവൻ, സദാചാര നിഷ്ഠയില്ലാതിരുന്നവൻ, അധർമ്മം ചെയ്തവൻ, ഇവരെല്ലാം കൂട്ടിക്കൊണ്ടുവരും. ഇവരെ ആരെയും വെറുതെ വിടണ്ട, ഇവരെല്ലാം നമുക്കുള്ളതാണ്, നിങ്ങൾ പോയി എടുത്തോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞു വന്നു. അതിനുശേഷം പൂർവജന്മ കഥയും കൂടി ഇവിടെ യമധൂതന്മാർ പറയാണ്. വിഷ്ണുപാർഷന്മാരോട് ചോദിക്കുകയാണ്, നിങ്ങൾ വന്നിരിക്കുന്നത് ശരി, പക്ഷെ ഒരു കാര്യം കൂടി ഞങ്ങൾക്ക് പറയാനുണ്ട്. ഈ ബ്രാഹ്മണന്റെ, ഇപ്പൊ ഇവിടെ ഞങ്ങൾ കൊണ്ടുപോകാൻ വന്ന ബ്രാഹ്മണൻ ഒരു ചരിത്രമുണ്ട്, ആ ചരിത്രം കൂടി അങ്ങ് കേട്ടോളൂ എന്ന് പറഞ്ഞിട്ട് അവര് ആ പൂർവജന്മ കഥയും കൂടി പറയാണ്. അജാമളന്റെ, ഇയാള് നല്ല സത്കുലത്തിൽ ജനിച്ച ആളാണ്. അയാൾ ഏതോ ഒരു ദിവസം ഒരു സമിത്ത്, അതായത് നമ്മൾ ഈ ഹോമത്തിനുള്ള ചമത ശേഖരിക്കാൻ വേണ്ടിയിട്ട്, ദർഭപുല്ല്, ചമത, ഇതൊക്കെ ശേഖരിക്കാൻ വേണ്ടിയിട്ട് ഒരു കാട് പ്രദേശത്തേക്ക് വന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള വസ്തുക്കൾ നമ്മൾ തന്നെ സമ്പാദിക്കണം. ഇപ്പോൾ എല്ലാവരും നമ്മൾ എന്താ പറയുക, നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുകയാണ്, നമ്മൾ തന്നെ പരിശ്രമിക്കണം. ഒരു വീട്ടിൽ വന്നാൽ ഒരു മൃത്യുഞ്ജോമം വന്നു എന്ന് വെക്കുക, നമ്മൾ എന്താ ചെയ്യുക? എല്ലാം ഓർഡർ ചെയ്യും. പേരാൽമുട്ടടക്കം ചിറ്റമൃത്, കറുക എല്ലാം നമ്മൾ ഓർഡർ ചെയ്യും ഇല്ലേ? അയാള് ചിറ്റമൃതം തരുന്നത് നമ്മൾ വിശ്വസിക്കണം. കാട്ടുവള്ളി തന്നാലും ഇത് ചിറ്റമൃതാണ് എന്ന് മനസ്സിൽ സങ്കല്പിച്ചോണം ഇല്ലേ? പണ്ടുകാലത്ത് അങ്ങനെയല്ല. പണ്ടുകാലത്തെ കർമ്മങ്ങൾ ഫലിച്ചതിന്റെ രഹസ്യം എന്താ ചോദിച്ചാൽ അവര് തന്നെ നേരിട്ട് പോയി പറയും. ഇപ്പൊ കറുകയ്ക്ക് പുല്ല് കൊണ്ടു തന്നാലും നമ്മുടെ കുട്ടികൾക്ക് അറിയില്ല കറുക ഏതാ പുല്ല് ഏതാന്ന്. അപ്പൊ അങ്ങനെയുള്ള ഈ കാലത്ത് എന്താ കർമ്മങ്ങളൊക്കെ എത്രത്തോളം അല്ലേ സാർത്ഥകമാകും? നമ്മൾ സംശയിക്കേണ്ട വിഷയമാണ്, ചിന്തിക്കേണ്ട വിഷയമാണ്. പക്ഷെ ഇവിടെ ഈ പഴയ കാലത്തെ സമ്പ്രദായം നമ്മൾ തന്നെ പോവുക, നമ്മൾ തന്നെ പോയി സമ്പാദിക്കുക. അതിനൊരു 2 കാരണമാണ്. ഒന്ന്, ഭഗവത് വിഷയത്തിൽ പരിശ്രമിക്കുക. നമ്മുടെ ശരീരം എത്രത്തോളം ഭഗവത് വിഷയത്തിൽ പരിശ്രമിക്കുന്നു അത്രത്തോളം പാപം കുറയും അല്ലേ? പഴയൊരു നിയമമാണ്, മഹാപാപം ചെയ്തു അയാൾക്ക് ജന്മനിവൃത്തി വരണം. അറിഞ്ഞോ അറിയാതെയോ പാപം ചെയ്തു, എന്താ ചെയ്യേണ്ടത്? പാപം ചെയ്ത ഇടത്തും ധനുഷ്കോടിയിലേക്ക് നടക്കണം. ഗുജറാത്തിൽ വെച്ചാണ് പാപം ചെയ്തെന്ന് വെച്ചോളൂ, ഗുജറാത്തിൽ നടക്കാൻ തുടങ്ങണം, ചെരുപ്പിടാതെ നടക്കണം. ധനുഷ്കോടിന്ന് തീർത്ഥക്ഷേത്രം, മഹാപുണ്യക്ഷേത്രം, ധനുഷ്കോടി വരെ നടക്കണം. നടന്ന് അവിടെ പോയി സ്നാനം ചെയ്യണം, 12 ദിവസം താമസിക്കണം. അങ്ങനെയൊക്കെ നിയമങ്ങൾ ധനുഷ്കോടി അങ്ങനെയൊക്കെ പഴയ കാലത്ത് ചെയ്തിട്ടുണ്ട്. പശ്ചാത്താപ വിവശനായിട്ട് പാപവിമുക്തി വരാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കിവിടെ ഇതൊന്നും വേണ്ട. ഞാൻ പറഞ്ഞു വന്നത് അതൊരു കാലം. നമ്മൾ ഈ കാലത്ത് നമ്മുടെ പാപനിമുക്തി എന്താ ചോദിച്ചാൽ അതാണ് പറഞ്ഞു വരുന്നത്. ഇപ്പൊ ഇദ്ദേഹം, യമദൂതന്മാർ പറയാണ്, ഇദ്ദേഹം ആ സമിത്ത് ദർഭയൊക്കെ ശേഖരിക്കാൻ വന്ന സ്ഥലത്ത് ഒരു വേശ്യ ഒരു പുരുഷനോട് കൂടി വളരെ മോശമായിട്ട് നടമാടുന്ന കണ്ടു. അത് ഇഷ്ടപ്പെട്ടു ഇയാൾക്ക്. ആ വേശ്യയുടെ കൂടെ കൂടിയെന്ന് മാത്രമല്ല കുടുംബമായി. ഇവിടെ കുടുംബമായപ്പോൾ ഒരു ഗുണം കിട്ടി. എന്താ വെച്ചാല് നല്ല ബ്രാഹ്മണനായിരുന്ന, നല്ല സത്കുല ജനിച്ച സദ്ബ്രാഹ്മണനായിരുന്ന ആള് മോശമായി. ഇത്രയും കാലം മോശമായിരുന്ന ആള്, ഇയാൾക്ക് കുറച്ച് പുണ്യമുണ്ടോ? ഇയാളുടെ പുണ്യം കൊണ്ട് ആ സ്ത്രീ ഇപ്പൊ പതിവ്രതയായി. ഇപ്പൊ ആ സ്ത്രീക്ക് ഇപ്പൊ ബ്രാഹ്മണം മതി, വേറെങ്ങും പോകുന്നില്ല. അങ്ങനെ കുടുംബം നയിക്കാൻ തുടങ്ങി. ആ കുടുംബത്തിൽ അങ്ങനെയാണ് ഈ 10 കുട്ടികളുണ്ടായത്. ഈ കഥയൊക്കെ പറയുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഈ ജീവനെ എങ്ങനെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കും എന്ന് പറയുകയാണ്. ആ സമയത്ത് വിഷ്ണുപാർഷദന്മാർ പറയുന്നു, നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ്. ഈ ജീവൻ, ഈ ബ്രാഹ്മണൻ ഇങ്ങനെയൊക്കെയാണ് ജീവിച്ചത്. പക്ഷേ ഇയാൾ വലിയൊരു പുണ്യം ചെയ്തു. അത് നിങ്ങൾ ശ്രദ്ധിച്ചോ ഇല്ലയോ എന്നറിയില്ല. ഇദ്ദേഹം അവസാന കാലത്ത് കുറച്ചു മുൻപേ ഭഗവാന്റെ നാമത്തെ ചൊല്ലി എന്ന് പറഞ്ഞു. നിങ്ങൾ കേട്ടോ ഇല്ലയോ എന്നറിയില്ല. ഭഗവൻ നാമത്തെ ഇയാള് ഉച്ചരിച്ചു. ഈ ഉച്ചരിച്ചതിൻ്റെ ഫലമായിട്ട് ഇദ്ദേഹത്തിന് എല്ലാവിധമായ പാപവിമുക്തിയും ഏർപ്പെട്ടു എന്ന് അവിടെ യമദൂതന്മാരോട് വിഷ്ണുപാർഷദന്മാർ പറയാണ്. അപ്പൊ ഇവർക്ക് പിന്നെ സംശയം, അതെങ്ങനെയാ സംഭവിക്കുക?
ഈ പാപം പോണെങ്കിൽ ഇത്രയും കാലം ചെയ്ത പാപം ഒരൊറ്റ തവണ നാരായണ ചൊല്ലിയ തീരുവോ? ഇല്ലേ? ഏതേനൈവഹി അഘോനോസ്യ കൃതം സ്യാത് അഘനിഷ്കൃതം യഥാ നാരായണായേതി ജഗാത ചതുരക്ഷരം. 4 അക്ഷരത്തോടു കൂടിയതായ നാരായണ എന്നുള്ള നാമത്തെ അദ്ദേഹം ചൊല്ലി. ആ ചൊല്ലിയതോടുകൂടി എന്താ ചെയ്തത്? സകലവിധമായ പാപങ്ങളും അദ്ദേഹത്തെ വിട്ടുപോയി. ഇവിടെ പലവിധമായ സംശയങ്ങൾ. അങ്ങനെ പാപം പോകുമോ? അങ്ങനെ പാപം പോകാൻ ഈ നാരായണ നാമത്തിന് ശക്തിയുണ്ടോ? ഇതിനൊക്കെ ചോദിക്കുകയാണ്. അവർ വിസ്തരിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് വിഷ്ണുദൂതന്മാരെ യമദൂതന്മാരോട്. നാരായണ നാമത്തിന് ശക്തി, അത്രയും ശക്തിയാണ്. സർവേഷാമപി അഥവതാം ഇതമേവ ദുനിഷ്കൃതാം നാമ വ്യാഹരണം വിഷ്ണോ യതസ്തത് വിഷയാമധി. എത്ര വലിയ പാപം ചെയ്തവനാണെങ്കിലും ഭഗവാന്റെ സ്മരണയുണ്ടെങ്കിൽ, സകൃത് നേരത്തേക്കെങ്കിലും അവന് ഭഗവാന്റെ സ്മരണ വന്നു വെച്ചാൽ അതവന് മഹാപാപ പരിഹാരമാണ്. അവൻ ചെയ്ത സകല പാപങ്ങളുടെയും പരിഹാരമായിട്ട് അത് മാറും. സാങ്കേത്യം പാരിഹാസ്യം വാ സ്തോപം ഹേളനമേവ വാ വൈകുണ്ഠനാമഗ്രഹണം അശേഷ അഖഹരം വിദു. ഇവിടെ പറയാണ് തമാശയ്ക്കാണെങ്കിൽ കൂടി. ഇപ്പൊ നമ്മളൊക്കെ വീട്ടില് വെറുതെ ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു പെട്ടെന്നൊരു സംഭവം സംഭവിച്ചു വെച്ചാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ശിവശിവ എന്ന് പറയണം, അല്ലേ? നാരായണ നാരായണ. അല്ലാതെ ഈ 2 അക്ഷരമുള്ള ആയി തുടങ്ങി ആയിത്തീരുന്ന അങ്ങനെയൊന്നും പറയരുത്, അല്ലേ? 2 അക്ഷരേ ഉള്ളൂ. അത് ഉച്ചരിച്ചാൽ എന്താ? അതിന് വേറെ ദേവതകൾ വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ശീലിപ്പിക്കണം, നമ്മുടെ വാക്കിനെ ശീലിപ്പിക്കണം. ഈ എല്ലാ സിറ്റികളിലും ഇപ്പം സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ആൾക്കാർ വളരെ വർദ്ധിച്ചു വരികയാണ്. കാര്യം നിസ്സാരമാണ് ഇംഗ്ലീഷ് സംസാരിക്കാൻ, പക്ഷെ നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല. ഒറ്റ കാരണമേ ഉള്ളൂ. കാരണം എന്താ? നാക്കിന് ശീലമില്ല. നാക്ക് ചൊല്ലി ശീലിക്കാത്തതുകൊണ്ട് വേറൊരാളുടെ അടുത്ത് പോയി ശീലിപ്പിക്കുകയാണ്. നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ നമ്മളെ കൊണ്ട് സ്വയമേ സാധിക്കും ഈ ആപത്കാലങ്ങളിൽ, അവസാന കാലങ്ങളിൽ ഭഗവത് നാമത്തെ ചൊല്ലാൻ. എന്താ ചെയ്യേണ്ടത്? സാങ്കേത്യം വാരികാസം സ്തോമം ഹേളനമേവ. വെറുതെ ആണെങ്കിലും ഇന്ന സമയമൊന്നുമില്ല, ഭഗവത് നാമത്തെ ചൊല്ലിക്കൊണ്ടേയിരിക്കുക. ഒരാളെ വിളിക്കണം, എടോ അല്ലെങ്കിൽ എടാന്നൊക്കെ വിളിക്കുന്നതിന് പകരം ഹരി വിളിക്കൂ, അല്ലേ? സജ്ജനങ്ങൾ എടുത്തു പോയി അങ്ങനെയാ വിളിക്കുക. മഹാത്മാക്കളൊക്കെ ഇങ്ങനെയാ വിളിക്കാം, ഹരി എന്ന് വിളിക്കും. ഹരി എന്ന് വെച്ചാൽ എന്താ? തിരിഞ്ഞു നോക്കും. ആ തിരിഞ്ഞു നോക്കി ഒരാളുടെ ആയിരിക്കും ഇദ്ദേഹത്തിന് ആവശ്യം, വരുമെന്ന് പറയും, ഇല്ലേ? അപ്പൊ എങ്ങനെ നമ്മളതിനെ നിരന്തരം ശീലിപ്പിക്കുക. ഭഗവത് നാമത്തെ എവിടെയൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റുമോ? നമ്മൾ അല്ലാത്ത കാര്യങ്ങളൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്, അല്ലേ? നമ്മളൊരു 100 രൂപ കിട്ടിയാൽ ഉടനെ പേഴ്സിൽ വെക്കും. നമ്മൾ 500 രൂപ കിട്ടിയാൽ വൈഫിൻ്റെ കൊടുക്കും, 1000 കിട്ടിയാൽ ബാങ്കിലിടും. ഇങ്ങനെ അതൊക്കെ നമുക്കറിയാം എവിടെ കറക്റ്റ് വെക്കണം, നഷ്ടപ്പെടാതിരിക്കണം. എന്നാൽ ഈ ഭഗവത് നാമത്തെ എവിടെയൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യണം എന്നുള്ളത് നമ്മൾ ഇന്ന് തൊട്ട് ഈ പുതുക്കുളങ്ങര സപ്താഹവേദിയിൽ ഈ നിമിഷം തൊട്ട് നമ്മളതിനെ മനസ്സിലാക്കി വേണ്ട പോലെ നാമത്തെ ഉപയോഗിക്കണം. നിരന്തര നാമസ്മരണ എന്ന് പറഞ്ഞാൽ അതാണ്. എപ്പോഴും നാമം ജപിച്ചുകൊണ്ടിരിക്കാൻ സാധിക്കുമോ ചോദിച്ചാൽ പറ്റില്ല. അപ്പം എന്ത് ചെയ്യണം? വാക്ക് രൂപത്തിലും പ്രവൃത്തിയുടെ രൂപത്തിലെല്ലാം നാമസ്മരണയെ ഉണ്ടാക്കിയെടുക്കണം. പതിതസ്കലിതോ ഭഗ്നഃ സന്തഷ്ടസ്തപ്ത ആഹതഃ ഹരിരിതി അവശേനാഃ പുമാന്നാർഹയതി യാതന ഗുരുണാം ച ലഘൂനാം ച ഗുരുണീ ച ലഘൂനി ച പ്രായശ്ചിത്താനി പാപാന. അതായത് വലിയ പാപത്തിന് വലിയ പരിഹാരം, ചെറിയ പാപത്തിന് ചെറിയ പരിഹാരം. അപ്പം സകല പാവങ്ങൾക്കും ഈ നാമത്തിൻ്റെ ശക്തി മതിയോ ചോദിച്ചാൽ അത് ഈ ഒറ്റ നാമം മതി. ഞാൻ മഹാപാപമാണല്ലോ ചെയ്തത്. അതായത് മഹാപാപങ്ങളെ പറ്റി പറയുമ്പോൾ സ്വയം കൃത്വാ ഗുരുധാരാശകത്വാ മധ്യം വീത്വാ ബ്രഹ്മഹത്യാചകൃത്വാ ഭസ്മശയ്യാവസാനേ രുദ്രാധ്യായി മുച്ചതേ സർവപാപ എന്ന് മഹാർണമെന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ ഈ പ്രമാണം എഴുതിയിരിക്കുകയാണ്. ഇത് എന്തിൻ്റെ പ്രമാണമാണ് ചോദിച്ചാൽ ഈ ഒരു പ്രമാണത്തിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്നാൽ ശിവനാമത്തിന്റെ മഹിമ കിട്ടും. എങ്ങനെയാ കിട്ടുക ചോദിച്ചാൽ ഭസ്മശയ്യാവസാനെ രുദ്രാധ്യായി മുച്ചതേ സർവപാപ എന്ന് പറഞ്ഞാണ് സമർപ്പിക്കുക, അത് നിർത്തുക. അപ്പൊ ഭസ്മം ധരിച്ച് ആര് രുദ്രനെ ധ്യാനിച്ച് രുദ്രനെ ധ്യാനിക്കുന്നു, അല്ലെ രുദ്രജപം ചെയ്യുന്നു, അല്ലെ രുദ്രത്തെ ശ്രവിക്കുന്നു, ഈ രുദ്രത്തിന്റെ ശ്രവണം കൊണ്ട് പാപമുക്തി വരും എന്നാണ് പറഞ്ഞത്. അതെങ്ങനെയാ പാപമുക്തി വരിക? അല്ലെ രുദ്രത്തിന് എങ്ങനെയാ മഹത്വം വന്നത് ചോദിച്ചാൽ അവിടെ ഒരു നാമം ഒളിഞ്ഞിരിപ്പുണ്ട്. എന്ത് നാമ ചോദിച്ചാൽ നമ്മളൊക്കെ ഇതുവരെ നമ്മൾ വേണ്ട പോലെ പ്രാധാന്യം കൊടുക്കാത്തതായ ഒരു നാമം അവിടെ ഒളിഞ്ഞിരിപ്പുണ്ട്. ഏതാ നാമം ചോദിച്ചാൽ വിദ്യാസുശ്രുതിയുത്കൃഷ്ട
രുദ്രൈകാദശിനിശ്രുതോ തത്ര പഞ്ചാക്ഷരീ മധ്യേ ശിവയിത്യക്ഷരദ്വയം. രഹസ്യമാണത്. അതായത് രുദ്രശ്രവണം കൊണ്ട് പാപം നശിച്ചു എന്ന് പറഞ്ഞപ്പോൾ രുദ്രത്തിന് മഹിമ വന്നല്ലോ. രുദ്രത്തിന് മഹിമ എങ്ങനെയാ വന്നെന്ന് ചോദിച്ചാൽ അവിടെ ഒരു നാമമാഹാത്മ്യമാണ്. ഏത് നാമമാണ്? ശിവയിത്യക്ഷരദ്വയം. ശിവ എന്ന് പറയുന്ന 2 അക്ഷരം കൊണ്ട് 8ാം അനുവാകത്തിനും ആ 8ാം അനുവാകം ശിവ എന്ന അക്ഷരം കൊണ്ട് പഞ്ചാക്ഷര മന്ത്രത്തിനും, ഈ പഞ്ചാക്ഷര മന്ത്രം ശ്രീരുദ്രത്തിന് അന്തർഗതമായിരിക്കുന്നത് കൊണ്ട് ശ്രീരുദ്രത്തിനും, ശ്രീരുദ്രം കൊണ്ട് വേദത്തിനും, വേദം കൊണ്ട് സകല വിദ്യകൾക്കും മഹത്വം വന്നു. അതാണ് വിദ്യാസു ശ്രുതിയുത്കൃഷ്ട. വിദ്യകളിലെ വേദമാണ് ശ്രേഷ്ഠം. അതുകൊണ്ടാണ് വേദം പഠിച്ചവരെ നമസ്കരിക്കണം. വേദം പഠിച്ചവർ വന്നാൽ ഇരിക്കരുത്. വേദം പഠിച്ച് വേദാധ്യയനം ചെയ്ത ഒരാൾ വന്നു വെച്ചാൽ എണീക്കണം, എണീറ്റ് തൊഴണം, സാധിച്ചാൽ നമസ്കരിക്കണം. കാരണം എന്താ? ഭഗവാന്റെ സ്വരൂപമാണ് അവര്. വേദാധ്യയനം ചെയ്താൽ വേദം എവിടെ ഇരിക്കുക? ബുക്കിലാണോ ഇരിക്കുക? അല്ല, അത് ആരാണോ അതിനെ അധ്യയനം ചെയ്തത് അവരുടെ സ്വരൂപമായിട്ടാണ് വേദം ഇരിക്കുക. അപ്പൊ അവരെ നമസ്കരിക്കാം. ആ വേദം വിദ്യകളുടെ ശ്രേഷ്ഠമാകുന്നു. ഇനി വേദത്തിൽ ഏതാ ശ്രേഷ്ഠം ചോദിച്ചാൽ രുദ്രേകാദശിനി ശ്രുതോ, 11 അനുവാകത്തോടുകൂടി ശ്രീരുദ്രം ശ്രേഷ്ഠമാകുന്നു. ആ ശ്രീരുദ്രത്തിലോ തത്ര പഞ്ചാക്ഷരീ മധ്യേ, നമ്മൾ നമശിവായ നമശിവായ എന്ന് പറയുന്നു. ഇത് വേദത്തിലുള്ള മന്ത്രമാണ്. വേദത്തിൽ നിന്ന് നേരിട്ടെടുത്ത മന്ത്രമാണ് നമശിവായ. അപ്പൊ നമശിവായയിൽ ഏതാണ് ശ്രേഷ്ഠം ചോദിച്ചാൽ ശിവയിത്യക്ഷരദ്വയം. ഇതെന്തിനാ ഇവിടെ സ്മരിച്ചേ ചോദിച്ചാൽ നാമത്തിന്റെ മാഹാത്മ്യം പറയാൻ തന്നെയാണ്. അപ്പൊ ശിവ എന്നുള്ള 2 അക്ഷരത്തിന് അത്രയും മാഹാത്മ്യം. അപ്പൊ ഇവിടെ ഇതെല്ലാം പറഞ്ഞു. അത് കഴിഞ്ഞ് വിഷ്ണുദൂതന്മാര് ആ നാമത്തിന്റെ മാഹാത്മ്യം എല്ലാം പറഞ്ഞു കൊടുത്തു. അതിനുശേഷം പരീക്ഷത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇങ്ങനെയെല്ലാം ആ ഒരു നാമത്തിന്റെ മാഹാത്മ്യം വേണ്ട പോലെ പരീക്ഷത്തിന് പറഞ്ഞു കൊടുത്തു ശ്രീശുഖബ്രഹ്മർഷി. ഇതിജാതസു നിർവേദ ക്ഷണസംഗേന സാധുഷു ഗംഗാദ്വാരമുപേയായ മുക്തഃ സർവാനുബന്ധന. അങ്ങനെ പറഞ്ഞ് സമർപ്പിക്കാൻ സമയമായി. അപ്പോ ഈ പാപവിമുക്തി വന്ന അജാമളൻ, ഇനി അജാമളനെ പാപി എന്ന് വിളിക്കരുത്. കാരണം എന്താ? എപ്പോ വിളിക്കണമായിരുന്നു പാപിന്ന്? കുട്ടിയെ കണ്ട് നാരായണ എന്ന് വിളിച്ചില്ലേ? ജനലിൽ കൂടെ നോക്കിയപ്പോ വിളിച്ചില്ലേ നാരായണ? അതിനു മുമ്പ് വേണേ വിളിക്കാം. പക്ഷേ ഇനി അജാമളൻ പാപിയാണെന്ന് പറയരുത്. കാരണം എന്താ? നാമത്തിന്റെ മാഹാത്മ്യം. ഒറ്റ കാരണം കൊണ്ട് നാരായണാന്ന് തന്റെ കുട്ടിയെ നോക്കി വിളിച്ചു. ഒറ്റ കാരണം കൊണ്ട് സകലവിധമായ പാപവും വിമുക്തമായി. അജാമളൻ എന്താ ഇപ്പൊ എവിടെയാ? എങ്ങോട്ടാ പോകുന്നത്? എങ്ങോട്ടാ കൊണ്ടുപോകുന്ന അജാമളനെ? ഗംഗാദ്വാരത്തിലേക്ക് കൊണ്ടുപോവാണ്. എന്തിനാ കൊണ്ടുപോകുന്ന വെച്ചാല് ഇവിടെ വേറൊരു കാര്യമുണ്ട്. എന്തൊക്കെയാണെങ്കിലും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് ജന്മസാഫല്യം വരണമെങ്കിൽ പൂർണ്ണമായും വാസനകൾ നശിക്കണം. അപ്പം ഇവിടെ ഇതിന് മുമ്പ് ഈ യാത്രയ്ക്ക് മുമ്പ് അജാമളൻ തന്നെ ദുഃഖിക്കുന്നുണ്ട്. അജാമളൻ തന്നെ സ്വയമേ പശ്ചാത്തപിക്കുന്നുണ്ട്. ഇവരുടെ ഈ യമദൂതന്മാരുടെ വൃഷഭാഷതന്മാരും യമദൂതന്മാരും തമ്മിൽ ചെയ്യുന്ന സംവാദം ഉണ്ടല്ലോ, ഇതൊക്കെയാണ് കേട്ടോണ്ട് കിടക്കുകയാണ്. ഇത് കേട്ട് അജാമളൻ തന്നെ തന്നോട് ഒരു പുച്ഛം തോന്നിയെന്നാണ്. തന്നോട് തന്നെ ഒരു മതിപ്പ് കുറഞ്ഞു പോയി. കാരണം എന്താ? ഞാൻ ഇങ്ങനെയൊക്കെ ജീവിച്ചല്ലോ. ഇങ്ങനെയൊക്കെ ജീവിച്ചാലും ഇവിടെ പറയുന്നുണ്ട്, അജാമളൻ പറയുന്നുണ്ട്, ഈ 4 അക്ഷരം യഥാ നാരായണായേതി ജഗാത ചതുരക്ഷരം. ഞാൻ ഇത്രയും മോശമാണ്, ഞാൻ ഇത്രയും പാപിയാണ്, പക്ഷേ എന്നെ ആ നാമം വന്ന് രക്ഷിച്ചല്ലോ. ഞാൻ എന്ത് പുണ്യം ചെയ്തു അല്ലേ? ആ നാമത്തിന് എന്നെ ഇത്രയും മഹാപാപത്തിൽ നിന്ന് എന്നെ വെളിയിൽ കൊണ്ടുവരാൻ സാധിച്ചല്ലോ. ഞാനിത് മനസ്സിലാക്കാതെ ഞാൻ ഇത്രയും കാലം ജീവിച്ചല്ലോ. അപ്പൊ ഞാൻ വേണ്ട പോലെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ നാമത്തിന്റെ മാഹാത്മ്യം മനസ്സിലാക്കി ഓരോ നിമിഷവും അതിനെ ഉൾക്കൊണ്ട് ജീവിക്കുന്നവരുടെ ജന്മം എത്ര സഫലാണല്ലേ. അവരെ നമുക്ക് കാണുന്ന തന്നെ നമുക്ക് മഹാഭാഗ്യമാണ്. അവരുടെ ദർശനം തന്നെ നമുക്ക് ഭഗവത് ഭക്തിയെയും നാമഭക്തിയെയും കൊടുക്കും, ജന്മസാഫല്യവും നമുക്ക് കൊടുക്കും. അപ്പം വേണ്ട പോലെ അതിനെ മനസ്സിലാക്കാൻ സാധിച്ചത് അജാമളൻ അവസാന കാലമാണ്. ഈ കഥയെ കേൾക്കുന്നവർക്കൊക്കെ എപ്പോൾ സാധിക്കണം? കഥ കേട്ട നിമിഷം സാധിക്കണം. ഇങ്ങനെയുള്ള കഥകളുടെ രഹസ്യം എന്താ വെച്ചാൽ, ഇതിന്റെയൊക്കെ ഉദ്ദേശം എന്താ ചോദിച്ചാൽ, ഇത് കേൾക്കുന്നവർക്ക് അതിന്റെ മാഹാത്മ്യം മനസ്സിലായി ആ നിമിഷം തന്നെ ഈ നാമത്തിന്റെ മാഹാത്മ്യം മനസ്സിലായി നാമത്തെ ആശ്രയിക്കാൻ സാധിക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇങ്ങനെയുള്ള ചരിത്രങ്ങളൊക്കെ പരീക്ഷത്തിന് ശ്രീശുഖബ്രഹ്മർഷി പറഞ്ഞു കൊടുക്കുന്നത്. നമുക്കുള്ള മഹാ ഉപദേശങ്ങളാണ്. അപ്പം അങ്ങനെ പറഞ്ഞ് ഗംഗാദ്വാരത്തിൽ പോയി തപസ് ചെയ്തു. ആ തപസ്സിന്റെ ഫലമായിട്ട്
അജാമിളന്റെ സകലവിധമായ വാസനാദോഷങ്ങളും ക്ഷയിച്ച് ഈശ്വരമയമായിട്ട് മാറി. അങ്ങനെ അജാമിളൻ എന്ന് പറയുന്ന ബ്രാഹ്മണൻ ഭഗവാനിലെത്തി എന്നുള്ളതായ ദിവ്യമായ ചരിത്രം. ഇതിൽ പൂർണ്ണമായിട്ടും ഇതിൻ്റെ സാരം എന്താ ചോദിച്ചാൽ, ഒരു കഥ പറഞ്ഞാൽ ഗുരുനാഥൻ പറയാറുണ്ട്, അത് നമുക്ക് സാരം കൂടി ഇത് കേൾക്കുന്നവർക്ക് പറഞ്ഞു കൊടുക്കണം. എന്നാലല്ലേ ഇത്രയും നേരം കേട്ടതിൻ്റെ ആ ചുരുക്കം എന്താ ചോദിച്ചാൽ അതല്ലേ നമ്മൾ കൊണ്ടുപോവുക. ഇവിടുന്ന് അരമണിക്കൂർ 1 മണിക്കൂർ കഥ കേട്ടു, നമ്മൾ എന്താ കൊണ്ടുപോവുക? വീട്ടിലെ പേരക്കുട്ടിക്ക് എന്താ പറഞ്ഞു കൊടുക്കാൻ പോകും? ഇന്നൊരു കഥ കേട്ടു, അയാൾക്കിത് മുഴുവനൊന്നും കേൾക്കാൻ താല്പര്യമില്ല, അയാൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും നിങ്ങൾ പോകുമ്പോൾ, അല്ലെങ്കിൽ അയാൾ വേറെ എന്തെങ്കിലും ചെയ്യായിരിക്കും. അപ്പം നിങ്ങൾ ചുരുക്കി പറഞ്ഞു കൊടുക്കണം. ഇത്രയേ പറയേണ്ടത്. കലിയുഗത്തില് നാമമാണ് എല്ലാം. ആ നാമത്തെ ആശ്രയിച്ചാൽ നമുക്ക് വേറെ ഒരു ഭയവും വേണ്ട, ഒരു പാശത്തെയും ഭയക്കണ്ട, ഒരു കയറിനെയും ഭയക്കണ്ട, ഒരു തരത്തിലുള്ള ദോഷങ്ങൾ നമുക്ക് വരില്ല. നാമസ്മരണയോട് ഇരുന്നാൽ മതി, നമ്മുടെ ഈ മനുഷ്യജന്മം സാർത്ഥകമാകും. അത് മാത്രമല്ല, 10 മാസം നമ്മളെ അമ്മ ചുമന്നുമില്ലേ വയറ്റില്? ഞാൻ അമ്മയ്ക്ക് തിരിച്ചു കൊടുക്കാൻ എന്താ ഉള്ളത് ചോദിച്ചാൽ സത്സംഗത്തിലിരിക്കുക, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ജന്മസഫലമാക്കുന്ന തരത്തിൽ ഭഗവാന് പ്രിയമായിട്ട് ഭഗവാൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിക്കുക. അതിന് വേറെ ഒന്നും ചെയ്യണ്ട. നമുക്ക് വിധിച്ചതായ നിത്യകർമ്മത്തെ മുടങ്ങാതെ ചെയ്യുക. അത് വിട്ടിട്ട് ഇത് ചെയ്താൽ കാര്യമില്ല. നമുക്ക് പല കടമകളുണ്ട്. അച്ഛൻ കല്യാണം കഴിച്ചവർ ഭാര്യ ഭർത്താവിനെ നോക്കണം, ഭർത്താവ് ഭാര്യയെ നോക്കണം, കുട്ടികളെ നോക്കണം, കുടുംബം നോക്കണം, വയസ്സായ അച്ഛനമ്മയെ നോക്കണം, ജോലിക്ക് പോകണം, പൈസ സമ്പാദിക്കണം, എല്ലാം ചെയ്യണം. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ അതൊന്നും വിടാതെ അതിലെല്ലാം ഇരുന്നോണ്ട്, അല്ലേ, എങ്ങനെയാണോ താമര ഇലയിൽ വെള്ളം ഇരിക്കുന്നത് അതുപോലെ എല്ലാത്തിനും ഇരുന്ന്, എന്നാൽ എല്ലാത്തിനും അധികം ഇറങ്ങി ചെല്ലാതെ മേളിൽ കൂടെ സഞ്ചരിച്ച് എന്തിനെ പിടിച്ചോണ്ടിരിക്കണം? നാമത്തെ പിടിച്ചോണ്ടിരിക്കണം. അങ്ങനെ ആ നാമസ്മരണയോടെ ഇരുന്ന്, നാമമാണ് എല്ലാം, നാമമാണ് ഭഗവാന്റെ സ്വരൂപം എന്ന് ഉറപ്പിച്ച്. കാരണം എന്താ പറയുക, ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വിശ്വാസം കുറയും. വേറൊരു നാമം ജപിക്കുന്നത്, വേറൊരാൾ അവിടെ ഒരു ഹോമം കഴിക്കുന്നുണ്ട്, അവിടെ പോയാൽ എല്ലാം നടക്കുന്നു വെച്ചാൽ ഉടനെ നമ്മൾ പോകും, ഈ കേട്ടതൊക്കെ തീർന്നു, ഇല്ലേ? അങ്ങനത്തെ മനസ്സാണ് നമ്മുടെ. വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ ഉറപ്പിച്ചുകൊണ്ട്, അത് സാധുക്കളുടെ സംഘം കൊണ്ടേ പറ്റൂ, സജ്ജനങ്ങളുടെ സംഘം കൊണ്ടേ പറ്റൂ, ബ്രഹ്മനിഷ്ഠന്മാരുടെ സംഘം കൊണ്ടേ സാധിക്കൂ, അല്ലാതെ പറ്റില്ല, അല്ലേ? അപ്പം അങ്ങനെയുള്ളതായ നാമത്തിൻ്റെ മാഹാത്മ്യം ഇവിടെ കുറച്ചു നേരം ഗുരുനാഥൻ്റെ അനുഗ്രഹം കൊണ്ട്, ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് പറയാൻ സാധിച്ചു. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഗുരുവിനോട് ക്ഷമിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. ഈ വാക്കുകൾ ഭഗവത് പാദത്തിലും ഗുരുവിൻ്റെ പാദത്തിലും സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സദ്ഗുരുനാഥ് മഹാരാജ് കി, പ്രേമികേന്ദ്ര സദ്ഗുരു മഹാരാജ് കി ജയ്. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നാം ജപിക്കുവാൻ സാധിച്ചിരുന്ന നാരായണ.